أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ളുഹ തഫ്സീറുൽ ഖുർത്തുബിയാണ്. നമുക്ക് ഖുർത്തുബിയിൽ എന്താ പറയുന്നതെന്ന് പരിശോധിക്കാം. തഫ്സീറു തൊബരി അതുപോലെ തന്നെ ഇബ്നു കസീറൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. സൂറത്തുൽ ളുഹ മക്കിയത്തം വിത്തിഫാഖിൻ, ഇത്തിഫാഖ് ഏകോപന അഭിപ്രായ പ്രകാരം അത് മക്കിയ തന്നെയാണ്. വഹിയ ഇഹദാശറത്ത ആയത്തൻ, അത് 11 ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹ, ലുഹ സമയത്തെ തന്നെ സത്യം, അല്ലെങ്കിൽ പകല് തന്നെ സത്യം. വല്ലൈലി ഇദാ സജ, രാത്രിയെ തന്നെ സത്യം. ഇദാ സജ, അത് വന്നാൽ അല്ലെങ്കിൽ അത് പോയാൽ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ റബ്ബ് അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല. ഒമാ ഖല, അങ്ങയോട് ദേഷ്യപ്പെട്ടിട്ടുമില്ല. ഖൗലു തആല, അല്ലാഹുവിൻ്റെ കൗല്. വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞു. ഖദ് തഖദ്ദമൽ ഖൗലു ഫിൽ ലുഹ, ലുഹയുടെ അർത്ഥത്തിൽ ഖൗല് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. വൽ മുറാദ് ബിഹിൻ നഹാർ, അതുകൊണ്ടുള്ള ഉദ്ദേശം പകലാണ് ഉദ്ദേശം. ലി ഖൗലിഹി വല്ലൈലി ഇദാ സജ, അള്ളാഹ് പറഞ്ഞല്ലേ വല്ലൈലി ഇദാ സജ, രാത്രിയെ തന്നെ സത്യം. ഇദാ സജ ഫഖാബലഹു ബില്ലൈലി, അപ്പോൾ രാത്രി കൊണ്ട് അതിനെന്ത് ചെയ്തു, രാത്രി കൊണ്ട് അതിനെ നേരിട്ടു. വല്ലുഹ എന്ന് പറഞ്ഞിട്ട് പിന്നെ വല്ലൈലി ഇദാ സജ എന്നല്ലേ പറയും. അപ്പോൾ വല്ലുഹ എന്ന് പറഞ്ഞാൽ പകലാണ്, പിന്നെ അതിന് ശേഷം അതിനെതിരായിട്ട് വല്ലൈലി എന്ന് പറയുന്നുണ്ടല്ലോ. വഫി സൂറത്തിൽ ആറാഫ്, ആറാഫ് സൂറത്തിലുണ്ട്. അഫ അമിൻ അഹ്ലുൽ ഖുറാൻ യഅ്തിഹും ബാസുന ബയാത്തൻ വഹും നായിമൂൻ. അഫ അമിൻ അഹ്ലുൽ ഖുറാൻ യഅ്തിഹും ബാസുന ലുഹൻ, ഇവിടെ ലുഹൻ എന്ന് പറഞ്ഞില്ലേ. വഹും യൽഅബൂൻ, അവിടെ ഐ നഹാറൻ, പകല് എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ ശിക്ഷ വരൽ, പകലിൽ വരൽ എന്നപ്പോൾ നഹാറൻ എന്നവിടെ പറഞ്ഞ അർത്ഥം ലുഹാക്ക്. അപ്പോൾ ലുഹ എന്ന് പറഞ്ഞാൽ പകലാണ് ഉദ്ദേശം. വഖാല ഖതാദത്തു വ മുഖാത്തിലും വ ജഅഫറു സ്വാദിഖ്, ഇവർ പറഞ്ഞു അഖ്സമ ബിൽ ലുഹ, അള്ളാഹു ലുഹ കൊണ്ട് സത്യം ചെയ്തു. അല്ലദീ കല്ലമല്ലാഹു ഫീ മൂസ, മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സംസാരിച്ച ലുഹ, ആ പകല് കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു. വബി ലൈലത്തിൽ മീറാജ്, അതുപോലെ തന്നെ മീറാജിൻ്റെ രാത്രി കൊണ്ടും സത്യം ചെയ്തു എന്ന് ഇവർ മൂന്നുപേരും പറഞ്ഞു. ഖത്താദയും മുഖാബിലും ജഅഫറു സാദിഖും പറയും. വഖീല പറയപ്പെട്ടു ഹിയ സാത്തുല്ലതി ഖറ ഫീഹ സഹറത്തു സുജ്ജദൻ, സാഹിരീങ്ങൾ സുജൂദ് ചെയ്ത് വീഴുന്ന സമയമാണ്. ഹിയ സാത്തുല്ലതി ഖറ ഫീഹ സഹറത്തു സുജ്ജദൻ, ബയാനുഹു, അതിൻ്റെ ബയാനാണ് ഖൗൽ അല്ലാഹു തആല വയുഹ്ശറന്നാസു ളുഹൻ, ജനങ്ങളെ ളുഹയിൽ ഒരുമിച്ച് കൂട്ടാൻ. വഖാല അഹ്ലുൽ മആനി ഫീഹി വഫി അംസാലി ഫീഹി ഇദ്മാറൻ വമജാസുഹു റബ്ബുൽ ളുഹ. മആനീൻ്റെ അഹ്ലുകാർ പറഞ്ഞിട്ടുണ്ട് ഫീഹി വഫി, ഇതുപോലത്തതിൽ ഇതിൻ്റെ ഉപമകളിലും ഫീഹി ഇദ്മാറുണ്ട്, വമജാസുഹു വ റബ്ബിൽ ളുഹ, ളുഹയുടെ റബ്ബിനെ തന്നെ സത്യം, അങ്ങനെയും ആകാം. ഇനി സജ എന്ന് വെച്ചാൽ മാനാഹു സക്കൻ, അടങ്ങിയാൽ. വല്ലൈലി ഇദാ സജ, രാത്രി സക്കൻ, അത് അടങ്ങിയാൽ എന്നർത്ഥം. ഖാലു ഖതാദ വ മുജാഹിദുൻ വബ്നു സൈദിൻ വൈക്രീമ, ഇവരതിനെ പറഞ്ഞു. യുഖാലു പറയപ്പെടാറുണ്ട് ലൈലത്തുൻ സാജിയത്തുൻ എന്ന് പറയുന്ന ജൈ സാക്കിനത്തുൻ, അടങ്ങിയ രാത്രി. വയുഖാലുലിൽ ഐനി ഇദാ സക്കന തൊറഫുഹ, സാജിയ എന്ന് പറയും കണ്ണിനെ പറ്റി. ഇദാ സക്കന തൊറഫുഹ, അതിൻ്റെ തൊറഫ് അടങ്ങിയാൽ. യുഖാലു സജല്ലൈലു യസ്ജു സജുവൻ ഇദാ സക്കന, സജല്ലൈലു എന്ന് പറയാറുണ്ടല്ലോ, ഇദാ സക്കന, അത് അടങ്ങിയാൽ. വൽ ബഹ്റു ഇദാ സജ സക്കന, ബഹ്റു ഇദാ സജ എന്ന് പറഞ്ഞാൽ സക്കന, അടങ്ങുക, കടൽ അടങ്ങിയാൽ, ശാന്തമായാൽ എന്നർത്ഥം. കാലൽ ആയിഷ പറഞ്ഞു ഫമാദംബുന അൻജാശ ബഹ്റുബ്നു അമ്മിക്കും വബഹ്റു കസാജിൻ മാ യുവാരിദ്ദാമിസ്വാ, അവിടെ ബഹ്റു കസാജി എന്ന് പറഞ്ഞല്ലോ. വഖാല റാജിസ് പറഞ്ഞു യാ ഹബ്ബദൽ ഖംറാഉ വല്ലൈലു സാജി വതുർഖും മിസ്ലു മിൽഇൻ നിസാജി. വഖാല ജരീർ പറഞ്ഞു വലഖദ് റമൈനക യൗമു റുഹിൻ ബിഅയുനി യൻളുർന മിൻ ഖിലലി സുതൂരി സവാജി, അവിടെ സവാജി
ഭാഷ വിശദീകരിച്ചാണ്. വക്കാല ലഹാക്ക് പറഞ്ഞു സജാന്ന് വെച്ചാൽ ഒത്ത, അത് മൂടിയാൽ, ഒത്താ കുല്ല ചെയ്യിൻ, രാത്രി എല്ലാ വസ്തുക്കളെയും മൂടിയാൽ, പൊതിഞ്ഞാൽ. കാലൽ അസ്മായി പറഞ്ഞു സജുവുല്ല എന്ന് വെച്ചാൽ തഹ്തിയത്തുഹുൻ നഹാറ, ഇത് പകലിനെ മൂടുക എന്നാണ്. മിസ്ല മാ യുസജ്ജിൽ റജുലു ബി സൗബി, റജുല് വസ്ത്രം കൊണ്ട് മൂടുന്ന പോലെ. വക്കാലൽ ഹസൻ പറഞ്ഞു വഷിയ ബി വലാമി, അതിൻ്റെ ഇരുട്ട് കൊണ്ടത് പൊതിഞ്ഞാൽ. വക്കാൽ ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞു വാൻഹു, അദ്ദേഹത്തോട് ഇതാ ദഹബാന്നുണ്ട് അർത്ഥം, അത് പോയാൽ, രാത്രി പോയാൽ. വാൻഹു ഐലൻ, ഇബ്നു അബ്ബാസ് വീണ്ടും പറയും ഇതാ അലമ, അത് രാത്രി ഇരുട്ടായാൽ. അപ്പോൾ സജക്ക് പല അർത്ഥമായി. വക്കാല സയ്യിദ് ഇബ്നു ജുബൈർ പറഞ്ഞു അക്ബർ, അത് മുന്നിട്ടാൽ എന്നാണ്. വറബിയാൻ കത്താദത്ത ഐലം, വീണ്ടും കത്താദത്തോട് റിവായത്തിൽപ്പെട്ടു വറബുന് അബീ നജീഹിൻ അൻ മുജാഹിദിൻ സജസ്തവ, സജാജ ഇസ്തവ, അത് ചൊവ്വായാൽ. വൽ ഖൗൽ അവുൽ അഷറുബിനൽ ലുഗത്തി, ലുഗത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് ആദ്യം പറഞ്ഞതാണ് അടങ്ങുക എന്നർത്ഥം. സജാ സക്കന എന്നർത്ഥം. ഐ സക്കനൻ നാസു ഫീഹി, അങ്ങനെ അർത്ഥം. രാത്രി, ആ രാത്രിയിൽ ജനങ്ങൾ എന്തായി, ശാന്തരായാൽ, അടങ്ങിയാൽ. കമായുക്കാൽ നഹാറൻ സായിമൻ വലയിലുൻ ഖായിമൻ എന്ന് പറയാറുണ്ടല്ലോ. ഇനി വക്കീല പറയപ്പെട്ടു നഹാറൻ സായിമൻ വെച്ചാൽ നോമ്പുകാരനായ പകൽ വെച്ചാൽ നോമ്പുകാരിൽ ജനങ്ങൾ, പകലിൽ നോമ്പുകാരാണ് ജനങ്ങൾ. വലയിലത്തൻ വലയിലും ഖായിമൻ, ഖായിമായ ലൈലെന്ന് പറയും. വക്കീല പറയപ്പെട്ടു സുക്കൂനുഹു ഇസ്തിഖ്റാറു ലലാമി വസ്തിവാഉഹു എന്നാണ്. അതിൻ്റെ അടക്കം എന്താണ്, ഇസ്തിഖ്റാറു ലലാമി, അതിൻ്റെ ഇരുട്ട് സ്ഥിരമാകലും അത് ചൊവ്വാകലുമാണ്. വൈകാല് പറയപ്പെടും വല്ലുഹ വല്ലൈലിദാ സജ, യഅനി ഇബാദഹുല്ലദീന യഅബുദൂനഹു ഫി വഖ്തിൽ ളുഹാ, ഇബാദഹുല്ലദീന യഅബുദ്, അല്ലാഹുവിനെ ആരാധിക്കുന്നവൻ്റെ അടിമകൾ ളുഹയുടെ സമയത്ത്. വൈബാദുല്ലദീന യഅബുദൂനഹു ബില്ലൈലിദാ അദ്ലമ, രാത്രി ഇരുട്ടായാൽ അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ്റെ അടിമകൾ എന്നാണ് ഉദ്ദേശം. വൈകാലു അല്ലുഹ എന്ന് പറഞ്ഞാൽ യഅനി നൂറൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ പ്രകാശമാണ്. ഇതാ തുനുവിറ, പ്രകാശിപ്പിക്കപ്പെട്ട. വല്ലരിദാ സജ, രാത്രിയെ തന്നെ സത്യം ഇതാ സജ, അടങ്ങിയാൽ. ഐ യഅനി ലുൽമത്തൽ ലൈലി ഇദാ അദ്ലമ, രാത്രിയുടെ ഇരുട്ട് അത് ഇരുട്ടായാൽ. വൈകാലു അല്ലുഹ യഅനി നൂറല്ലദീ ഫി ഖുലൂബിൽ ആരിഫീന കൈഹത്തിൻ നഹാർ, അല്ലുഹ യഅനി അന്നൂറല്ലദീ ഫി ഖുലൂബിൽ ആരിഫീന, പ്രകാശമാണ് ആരിഫീങ്ങളുടെ ഹൃദയങ്ങളിലുള്ള പ്രകാശം. കൈഹത്തിൻ നഹാരി, പകലിൻ്റെ രൂപം പോലെ, പകലിൻ്റെ ഹൈഹത്തിലുള്ള ആരിഫീങ്ങളുടെ ഹൃദയങ്ങളിലുള്ള പ്രകാശമാണ് ഉദ്ദേശമെന്ന് പറയപ്പെട്ടു. വല്ലൈലിദാ സജാജ യഅനി അസ്സവാദല്ലദീ ഫി ഖുലൂബിൽ കാഫിരീൻ കൈഹത്തിൽ ലൈലി, രാത്രിയുടെ ഹൈഹത്ത് രൂപത്തിലുള്ള കാഫിരീങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഇരുട്ടാണ് ഉദ്ദേശം. ഫഅഖ്സമല്ലാഹു അസ്സ വജല്ല ബിഹാദിൽ അശ്യാ, അപ്പോൾ അല്ലാഹു തആല ഈ വസ്തുക്കളെ കൊണ്ട് അല്ലാഹ് സത്യം ചെയ്യാണ്. എന്നിട്ട് അല്ലാഹ് പറയും മാ വദ്ദഅക റബ്ബുക, അങ്ങയുടെ റബ്ബ് അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല. ഈ ഹാദാ ജവാബുൽ ഖസം, ഇത് ഖസമിൻ്റെ ജവാബാണ്. വകാന ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു അബ്താ അലൻ നബി, നബിയുടെ മേൽ പിന്തി. ഫഖാലൽ മുശ്രിക്കൂൻ, അപ്പോൾ മുശ്രിക്കീങ്ങൾ പറഞ്ഞു ഖലാഹുല്ലാഹു വദ്ദഅഹു, അള്ളാഹ് നബിയെ ഒഴിവാക്കി എന്ന് പറഞ്ഞു, ദേഷ്യപ്പെട്ടു. അള്ളാഹു നബിയോട് ദേഷ്യപ്പെടുകയും ഒഴിവാക്കുകയും ചെയ്തു. അപ്പോഴാണ് ഫനസലത്തിൽ ഈ ആയത്തിറങ്ങിയത്. വഖാല ഇബ്നു ജുറൈജ് പറഞ്ഞു ഇഹ്തബസൻഹുൽ വഹ്യു ഇസ്നൈ അശ്റ യൗമൻ, 11 ദിവസം നബിയെ തൊട്ട് വഹ്യ് പിന്തി. വഖാല ഇബ്നു അബ്ബാസ് പറയാണ് ഖംസത അശ്റ യൗമൻ, അല്ല 15 ദിവസമാണ്. വഖീല ഖംസതൻ വഇശ്രീന യൗമൻ, അല്ല പറയപ്പെട്ടു 25 ദിവസം. വഖാല മുഖാത്തിൽ 40 യൗം, അല്ല 40 ദിവസമാണ് മുഖാത്തിൽ പറഞ്ഞു. ഫഖാൽ മുശ്രിക്കൂൻ, അപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു ഇന്ന മുഹമ്മദൻ വദ്ദഹു റബ്ബുഹു ഖലാഹു, മുഹമ്മദിനെ റബ്ബ് ഒഴിവാക്കി, മുഹമ്മദിനോട് റബ്ബ് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു. വലൗകാന അംറുഹു മിനല്ലാഹി ലതാബ അലൈഹി എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാര്യം അള്ളാഹുവിൽ നിന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ ലതാബ അലൈഹി, അത് അദ്ദേഹത്തിൻ്റെ മേൽ തുടർന്ന് വന്നേനെ എന്ന് പറഞ്ഞു. കമാകാന എഫലു വിമൻകാന ഖബ്ലഹു മിനൽ അംബിയായി, മുൻപുള്ള അമ്പിയാക്കൾക്ക് കൊണ്ട് അള്ളാഹ് പ്രവർത്തിച്ചതുപോലെ എന്ന് പറഞ്ഞു. വഫിൽ ബുഖാരിയിലുണ്ട് ജുന്ദുബിന് സുഫിയാനെ തൊട്ട് കാല, അദ്ദേഹം പറയണം ജുന്ദുബിൻ സുഫിയാൻ ഇസ്തക്ക റസൂലുള്ളാഹി, നബി തങ്ങൾ എന്ത് ചെയ്തു, ഇസ്തക്ക അവലാതി ബോധിപ്പിച്ചു. ഫലം യക്കും ലൈലത്തൈനോ സലാസൻ, 2 or 3 ദിവസം നബി നിന്നില്ല. അങ്ങനെ ഫജാത്തിമ്രാത്തൻ ഫഖാലത്ത്, അങ്ങനെ ഒരു പെണ്ണ് വന്ന് നബിയോട് പറഞ്ഞു
യാ മുഹമ്മദേ ഇന്നീല അർജു, തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്ന യക്കൂന ശൈത്വാനൊക്കെ അത് തറക്കുക, അങ്ങയുടെ ശൈത്വാൻ അങ്ങേ ഉപേക്ഷിച്ചതായിട്ട്. ലം അറഹു ഖുറുബക മുന്തു ലൈലത്തൈനി ഔ സലാസിൻ, ലം അറഹു ഖുറുബക അങ്ങയോട് അടുക്കൽ ഞാൻ കണ്ടില്ല, അവനെ കാണുന്നില്ല 2 ദിവസം 2 രാത്രി ആയിട്ടോ അല്ലെങ്കിൽ സലാസിനോ 3 രാത്രിയായിട്ട് കാണുന്നില്ലല്ലോ. ഫാൻസലല്ലാഹു അസ്സ വജല്ല വല്ലുഹ, അപ്പോഴാണല്ലോ ഇതിറക്കിയത്. വല്ലുഹ വല്ലൈദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. വഫി തിർമിദിയിലുണ്ട് അൻ ജുന്ദുബിന് ബജലിയെ തൊട്ട് കാല, അദ്ദേഹം പറയാണ് കുന്തു മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖാരി, നബിയുടെ കൂടെ ഞാൻ ഖാരിലായിരുന്നു. ജുന്ദുബ് എന്നവർ പറയും ഞാൻ ഒരു ഗുഹയിലായിരുന്നു. ഫദമിയത്തു ഉസ്ബുഹു, അപ്പോൾ നബിയുടെ വിരൽ രക്തമായി. ഫഖാല, നബി പറഞ്ഞു ഹൽ അൻതി ഇല്ലാ ഉസ്ബുൻ ദമിയത് വഫീ സബീലില്ലാഹി മാ ലഖീതി എന്ന് പറഞ്ഞു. ഖാല ഫഅബ്തലി ജിബ്രീൽ ഫഖാല മുശ്രികൂന, അങ്ങനെ ഫഅബ്തലി ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ നബിയുടെ മേൽ പിന്തിന്നു. ഫഖാല മുശ്രികൂന ഖദ് ഉദ്യ മുഹമ്മദൻ ഫഅൻസലല്ലാഹു തബാറക വതആല മാ വദ്ദഅക റബ്ബുക വമാ ഖല ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹുൻ ലം യദ്കുർ തുർമുദി. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ മുശ്രിക്കീങ്ങൾ നബി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നബിയെ ആക്ഷേപിച്ചു, മുഹമ്മദിനെ ഒഴിവാക്കപ്പെട്ടു, മുഹമ്മദിനെ അള്ളാഹ് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. ഫലം യക്കും ലൈലത്തനിയ സലാസൻ അസ്ഖത്തഹു തുർമുദി, 2 ദിവസം നിന്നില്ല, നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ 3 ദിവസം നിന്നില്ല എന്ന് പറഞ്ഞത് അത് തുർമുദി അതിനെ പറഞ്ഞിട്ടില്ല, തുർമുദി അതിനെ കളഞ്ഞു. വദക്കറുൽ ബുഖാരി അതിനെ പറഞ്ഞു. വഹു അസഹു മാ ഖീല ഫി ദാലിക, പറയപ്പെട്ടതിൽ ഏറ്റവും അസഹായത് ഇതാണ്. വല്ലാഹു ആലം. വഖദ് ദക്കറു സഅലബി പറഞ്ഞിട്ട് അൻ ജുന്ദുബിൻ സുഫിയാനിൽ ബജലി തൊട്ട് ഖാല റുമിയൻ നബിയു ഫി ഇസ്ബിഹി ബി ഹജരി എന്നാണ്. അങ്ങനെയാണ് നബിയെ കല്ലുകൊണ്ട് നബിയുടെ വിരലിൽ എറിയപ്പെട്ടു. ഫദമിയത്ത്, അപ്പോൾ അതൊന്ന് രക്തമായി. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു ഹൽ അൻതി ഇല്ലാ ഇസ്ബുൻ ദമിയത് വഫീ സബീലില്ലാഹി മാ ലഖീതി എന്ന് നബി പറഞ്ഞു. നീ അൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമിയത് വഫീ സബീലില്ലാഹി മാ ലഖീയത് അല്ലേ, നീ എന്തല്ല എന്താണ് പരിക്ക് പറ്റി അല്ലെങ്കിൽ മുറിവേറ്റ എന്തല്ലാതെ വിരലല്ലാതെ അല്ല അള്ളാഹിൻ്റെ മാർഗത്തിലാണ് നീ കണ്ടവന്ന്, നിനക്ക് എത്തിയോന്ന്. അപ്പോൾ മക്കസ ലൈലത്തേനി ആവൂലേ സലാസൻ ലായഖൂമുൽ ലൈല, അങ്ങനെ നബി 2 രാത്രി അല്ലെങ്കിൽ 3 രാത്രി താമസിച്ചു. ലായഖൂമുൽ ലൈല, രാത്രി നിന്നില്ല. അപ്പോൾ കാലത്തിൽ ഉമ്മുജമീൽ, അപ്പോൾ നബിയോട് ഉമ്മുജമീൽ ചോദിക്കുകയാണ്, ഇമ്രാത്ത് അബീലഹബിൻ്റെ ഭാര്യ, മാറാ ഷൈത്വാനക്ക ഇല്ലാ ഖദ് തറക്കക ലം അറഹു ഖുർബക മുന്തു ലൈലത്തൈനി ഔ സലാസിൻ ഫനസലത്ത് വല്ലുഹ, നിൻ്റെ ഷൈത്വാനിനെ നിന്നെ ഒഴിവാക്കിയതായിട്ടല്ലാതെ ഞാൻ കാണുന്നില്ല, 2 ദിവസമായിട്ട് 2 രാത്രിയായിട്ടോ അല്ലെങ്കിൽ 3 രാത്രിയായിട്ടോ അത് നിന്നോട് അടുത്തതായിട്ട് കാണുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. റവാൻ അബി ഇമ്രാൻ അൽ ജൗനിയെ തൊട്ട് റിവായത്ത് ചെയ്തു. ഖാല, അദ്ദേഹം അബ്ത ജിബ്രീൽ അല നബി ഹത്താ ഷക്കാലിഹി, ജിബ്രീൽ നബിയെ തൊട്ട് പിന്തി നബിക്ക് പ്രയാസമായി. ഫജാ വഹുവ വാദിയോൻ ജബഹത്തൈ അല ഖഅബത്തിൻ യദു ഫനുകിത ബൈന കതിഫൈ ഫൗൻസില അലൈഹി മാ വദ്ദഅക റബ്ബുക വമാ ഖല. ഫജാ, അങ്ങനെ വഹുവ വാദിഉ ജബഹത്തി അല ഖഅബത്തി യദു ഫനുകിത ബൈന കതിഫൈ ഫൗൻസില അലൈഹി, അപ്പോൾ നബി എന്താണ് നെറ്റി വെച്ചു കാബയുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ട്. ഫനുക്കിത്ത ബൈന കത്തിഫൈഹി ഫൗൻസില അലൈഹി, അപ്പോഴാണ് ഇതിറങ്ങിയത്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. വഖാലത്ത് ഹൗല പറയാണ്, കാനത്ത് തഖ്ദുമുൻ നബി, നബിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഹൗല എന്ന് പറയുന്നത്. ഇന്ന ജിർവൻ ദഖലൽ ബൈത്ത, നബിയുടെ വീട്ടിൽ ഒരു ജിർവ് കടന്നിരുന്നു, ഒരു നായക്കുട്ടി അല്ലേ. ഫദഖല
അങ്ങനെ അത് പ്രവേശിച്ചു തഹത്ത ശരീരീന്ന കട്ടിലിന് താഴെ. അപ്പോൾ മാത്ത അങ്ങനെ അത് മരിച്ചു. അപ്പോൾ മക്കസൻ നബിയുല്ലാഹി അയ്യാമൻ. അപ്പോൾ നബി അങ്ങനെ താമസിച്ചു ദിവസങ്ങളോളം. ലായൻസിലു അലൈഹിൽ വഹി, നബിയുടെ മേൽ വഹി അവതരിച്ചില്ല. ഫഖാൽ, അപ്പോൾ നബി ചോദിച്ചു, യാ ഹൗല, ഓ ഹൗല, മാ ഹദസ ഫീ ബൈത്തി, എൻ്റെ വീട്ടിലെന്താ പുതുതായിട്ട് വല്ലതും ഉണ്ടായോ? മാലി ജിബിരിയിലായത്തിന്, ജിബിരിയിൽ എൻ്റെ അടുക്കൽ വരുന്നില്ലല്ലോ. അപ്പോൾ കാലത്ത് ഹൗല പറഞ്ഞു, ഫഖുൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ ലൗ ഹയ്യത്തുൽ ബൈത്ത വ കനസ്തുഹു, ഞാനൊന്ന് വീട് അടിച്ചു വാരട്ടെ. ഫ അഹ്വൈത്തു ബിൽ മിക്നസത്തി തഹ്ത ശരീരി, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചൂലുമായിട്ട് കട്ടിലിൻ്റെ താഴെ ഞാൻ കുനിഞ്ഞു. അപ്പോൾ ഫൈദൻ ജിറുവൻ മയ്യത്തിന്, അപ്പോൾ എന്താണ്, ചത്ത് കിടക്കുന്ന ഒരു നായക്കുട്ടി അല്ലേ. ഫാഹത്തുഹു ഫാൽക്കൈത്തു ഹൽഫൽ ജിദാർ, അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ട് മാതിലിൻ്റെ പിറകിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ ജാൻ നബിയു തർഅദു ലഹിയാഉ, അപ്പോൾ നബി വന്നു. തർഅദു ലഹിയ, നബിയുടെ 2 താടികൾ കിടന്ന് ഇടിക്കുകയാണ്. അപ്പോൾ കാന ഇദാ നസലൽ വഹി ഇസ്തഖബലത്തുഹു റാദൂന, നബിക്ക് വഹി അവതരിച്ചാൽ നബിയുടെ എന്ത് ചെയ്യും, നബിക്ക് റാദ് വരും. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, യാ ഹൗല ദസ്സിരീനി. ഫഅൻസലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു തആല ഈ സൂറത്ത് ഇറക്കിയെന്ന്. വലമ്മ നസല ജിബ്രീൽ സാലഹു നബി വനി താഖുരി, അപ്പോൾ ജിബ്രീൽ വന്നപ്പോൾ നബി ചോദിച്ചു, എന്താ പിന്തിയതെന്ന്. ഫഖാല, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അമാലിം തീ, നിനക്കറിഞ്ഞുകൂടെ, അന്നാ ലാ നദ്ഖുലു ബൈത്തൻ ഫീ കൽബൻ വലാ സൂറ, നായയോ രൂപമോ ഉള്ള വീട്ടിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ. വഖീല, പറയപ്പെട്ടു, ലമ്മ സാൽത്തുൽ യഹൂദു അനിർ റൂഹി വദിൽ ഖർനൈനി വഅസ്ഹാബിൽ കാഫി, പറയപ്പെട്ടു നബിയോട് യഹൂദികൾ ചോദിച്ചു റൂഹിനെ പറ്റിയും ദുൽഖർനൈനെ പറ്റിയും അസ്ഹാബുൽ കാഫിനെ പറ്റിയൊക്കെ നബിയോട് ചോദിച്ചപ്പോൾ ഖാല, നബി പറഞ്ഞത്, സ ഉഖ്ബിറുക്കും ഗദാ എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് അത് നാളെ പറഞ്ഞു തരാം. വലം യഖുൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഫഹ്തബസനുൽ വയ, അത് കാരണം നബിയെ തൊട്ട് വാഹി പിന്തിയത്. ഇലാ നസല ജിബ്രീൽ അലൈഹിസ്സലാം ബി ഖൗലിഹി, ഏതുവരെ, ജിബ്രീൽ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ ഇൻഷാ അല്ലാഹ്, വലാ തഖൂലന്ന ലിശൈഇൻ, ഒരു കാര്യത്തെപ്പറ്റി അങ്ങ് പറയരുത്, ഇന്നി ഫായിലുൻ ദാലിക ഗദൻ, ഞാനത് നാളെ ചെയ്യുമെന്ന്, ഇല്ലാ ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറയണം. അപ്പോൾ ഫഅഖ്ബറഹു ബിമാ സുഇല അൻഹു, അപ്പോൾ ഫഅഖ്ബറഹു ബിമാ സുഇല അൻഹു, അപ്പോഴാണ് ചോദിക്കപ്പെട്ടതിനെ പറ്റി നബിയോട് ഖബർ പറഞ്ഞത്. വഫി ഹാദിൽ ഖിസ്സത്തി, ഈ ഖിസ്സയിലുണ്ട്, നസലത്ത് മാ വദ്ദക റബ്ബുക മാ ഖല, മാ വദ്ദക റബ്ബുക മാ ഖല എന്നത് ഇറങ്ങിയത്. വഖീല, പറയപ്പെടും, ഇന്നൽ മുസ്ലിമിനെ ഖാലു യാ റസൂലല്ലാഹ്, മുസ്ലിമുകൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മാലക്കല യൻസിലു അലൈക്കൽ വഹി, എന്താണ് അങ്ങയുടെ മേൽ വഹി അവതരിക്കാത്തത്. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, കൈഫ യൻസിലുൽ വഹി അലയ്യ വഅൻതും ലാ തുൻഖൂന റവാജിബക്കും വഫി റിവായത്തിൻ ബി ബറാജിമക്കും വലാ തഖുസ്സൂന അൽഫാറക്കും വലാ തഅഖുദൂന മിൻ ശവാരിബിക്കും. ഫനസല ജിബ്രീൽ ബിഹാദിഹി സൂറത്തി ഫഖാല നബി മാ ജിഅത ഹത്താ ഇസ്തഖ്തു ഇലൈക. ഫഖാല ജിബ്രീൽ അന കുൻതു അശദ്ദ ഇലൈക ശൗഖൻ വലാകിൻ അബ്ദു മഅമൂറുൻ സുമ്മ ഉൻസില ഇലൈഹി മാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക വദ്ദഅക ബിതശ്ദീ. അപ്പോൾ അവിടെ എന്താ വിഷയം പറഞ്ഞത് അല്ലേ, എന്താണ് ഇറങ്ങാത്ത. അപ്പോൾ നബി ചോദിച്ചു, കൈഫ യൻസിലു അലയ്യ വഅൻതും ലാ തുൻഖൂന റവാജിബക്കും ഫി റിവായത്തിൻ ബറാജിമക്കും വലാ തഖുസ്സൂന അൽഫാറക്കും വലാ തഅഖുദൂന മിൻ ശവാരിബിക്കും. നിങ്ങൾ നഖം വെട്ടുന്നില്ല, നിങ്ങൾ അതുപോലെ തന്നെ താടി എന്താണ് ശവാരിബക്കും, നിങ്ങളുടെ മീശകൾ നിങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ മേൽ വാഹി അവതരിക്കുകയെന്ന്. അപ്പോൾ ഫനസല, അപ്പോഴാണ് ജിബ്രീൽ ഈ സൂറത്തുമായിട്ട് ഇറങ്ങിയത്. ഫഖാല, നബി പറഞ്ഞു, മാ ജിഅത ഹത്താ ഇസ്തഖൈതു ഇലൈക, അങ്ങ് എൻ്റെ അടുക്കൽ വന്നില്ലല്ലോ, ഇസ്തഖൈതു ഇലൈക, അങ്ങയിലേക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഫഖാല, അപ്പോൾ ജിബ്രീൽ പറയണം, അന കുന്തു അശദ്ദ ഇലൈക ശൗഖൻ, ഞാൻ അങ്ങയുടെ മേൽ ഏറ്റവും ആഗ്രഹമുള്ള ആളാണ്. വലാകിനി അബ്ദും മഅമൂർ, എങ്കിലും ഞാൻ കൽപ്പിക്കപ്പെട്ട അടിമയല്ലേ. സുമ്മ ഉൻസില അലൈഹി,
പിന്നെ നബിക്ക് അവതരിക്കപ്പെട്ടു മാ നതനസ്സലു ഇല്ലാ ബി അംരി റബ്ബിക, റബ്ബിൻ്റെ കൽപ്പന കൊണ്ടിട്ടല്ലാതെ നാം ഇറങ്ങുന്നില്ല എന്ന്, അവതരിപ്പിക്കുന്നില്ല. ഇനി പറയാമാണ് വദ്ദാക്ക ബി തഷ്ദീദ് കൊണ്ടാണ് വദ്ദാക്ക കേട്ടോ, വദ്ദാക്ക അല്ല, അത് ഖിറാഅത്തുൽ ആമത്ത് അങ്ങനെയാണ്. വദ്ദാക്ക മാ വദ്ദാക്ക എന്ന് തന്നെയാണ്. മിന തൗദീയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. വദാലിക അത് തൗദീൽ മുഫാരിഖി. വറുവിയ പറയപ്പെട്ടു അനിബിൻ അബ്ബാസ് എന്നൊരു റിവായത്തിൽപ്പെട്ടു അബിന സുബൈറിനെ തൊട്ട് അന്നഹുമ ഖറആഹു വദഅക ബി തഖ്ഫീഫ് വമാനാഹു തറക്കക. വദഅക എന്ന് ഓതിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം തറക്കക എന്ന്, അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല. തറക്കക ഒഴിവാക്കുക. കാല വസമ്മ വദഅന ആല അംരിൻ വആമിരി അല്ലേ. ഇനി അതുതന്നെ വസ്തിമാലു ഖലീലുൻ, അതിൻ്റെ ഇസ്തിമാല് ഖലീലാണ്. യുഖാലു ഹുവ യദഉ കഥ ഔ യത്രുക്കു. ഖാലൽ മുബറദ് പറഞ്ഞു മുഹമ്മദ് ബിനു യസീദ് എന്നവർ ലാ യക്കാദൂന യഖൂലൂന വദഅ വലാ വദർ ലിദ്ദഅഫിൽ വാവി ഇദാ ഖുദ്ദിമത് വസ്തഗ്ന വൻഹാ ബി തറക്ക. വദഅ വലാ വദർ എന്ന് പറയാൻ നടക്കൂല, കാരണം വാവ് ദഈഫാണ്. ഇദാ ഖുദ്ദിമത്ത്. അപ്പോൾ അസ്തഗ്ന വൻഹാ ബി തറക്ക, അപ്പോൾ അതിന് പകരം അവരെന്ത് ചെയ്യും, തറക്ക കൊണ്ടവർ അതിനത്തോടെ ഐശ്വര്യമാക്കി. അപ്പോൾ വദഅ എന്ന് പറയാറില്ല. ഖൗലുഹു തആല വമാ ഖല എന്ന് പറഞ്ഞല്ലോ, ഐ മാ അബ്ഗളക റബ്ബുക മുന്ദു അഹബ്ബക, അങ്ങേ ഇഷ്ടപ്പെട്ടത് മുതൽ അങ്ങ് റബ്ബ് അങ്ങയോട് ദേഷ്യപ്പെട്ടിട്ടില്ല. വ തറക്കൽ കാഫ, കാഫ് ഒഴിവാക്കി. മാ ഖലാക്ക എന്ന് പറഞ്ഞില്ല, കാരണം അന്നഹു റഅസു ആയത്തിൻ വൽ ഖിലാ അൽ ബുഗ്ള്. ഇനി ഖിലാ എന്ന് വെച്ചാൽ എന്താണ്, ബുഗ്ള് ദേഷ്യം എന്നാണ്. ഫൈൻ ഫതഹ്തൽ ഖാഫ മദത്ത തഖൂലു ഖലാഹു എന്ന് പറയും. ഖലാഹ യഖ്ലി ഖിലൻ വ ഖലാൻ. ഖാഫിന് ഫതഹ് ചെയ്താൽ മദത്ത, അപ്പോൾ ഖലാ അല്ലേ. കമാ തഖൂലു ഖറൈത്തുൽ ലൈഫ അഖ്രിഹു ഖറൻ വ ഖിറാഅൻ വ യഖ്ലാഹു ലുഗത്തു തയ്യാണ്. വാൻസ സാലബുൻ അയ്യാമ ഉമ്മിൽ ഖംറി ലാ നഖ്ലാഹ ഐ ലാ നുബ്ഗിലുഹ വനൽഖായി നുബ്ഗിലു. വഖാല അസീഇ ബിന ഔ അഹ്സിനി ലാ മലൂമത്തൻ ലദൈന വലാ മഖലിയത്തൻ ഇൻ തഖല്ലത്തി. ഇവിടെയൊക്കെ ഭാഷ പറഞ്ഞാണ്, കലയുടെ അർത്ഥം ദേഷ്യപ്പെടുക എന്നാണ് അർത്ഥം. വഖാല ഇമ്രു ഖൈസ് പറഞ്ഞു വലസ്തു ബി മഖലിയിൽ ഖിലാലി വല ഖാലി. അപ്പോൾ താവീലുൽ ആയത്തി, ആയത്തിന് താവീലയിൽ മാ വദ്ദാക്ക റബ്ബുക മാ ഖലാക്ക, ഖലാക്ക എന്നാണ്. മാ വദ്ദാക്ക റബ്ബുക ഒമാ ഖല എന്നല്ല, ഒമാ ഖലാക്ക എന്നും കൂടി കാഫുണ്ട് അവിടെ കളഞ്ഞാണ്. അപ്പോൾ തറക്കൽ കാഫ അലി അന്നഹു റഅസു ആയ. അപ്പോൾ ആയത്തിൻ്റെ അവസാനമായ കാരണം അതിനെ ഒഴിവാക്കിയതാണ് കാഫിനെ. കമാ ഖാല അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞു വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്തി എന്ന് പറഞ്ഞല്ലോ. വദ്ദാക്കിരീന അല്ലാഹ കസീറൻ, അള്ളാഹിനെ അധികരിച്ച് ദിക്ർ ചെല്ലുന്ന ആളുകൾ. വദ്ദാക്കിറാത്തി കസീറൻ എന്നാണ്. അപ്പോൾ ആ കസീറൻ എന്നതിനെ കളഞ്ഞല്ലോ. വദ്ദാക്കിറാത്തില്ലാഹി വദ്ദാക്കിറാത്തില്ലാഹി അവിടെ കളഞ്ഞതുപോലെ കളഞ്ഞതാണ്. ഇനി വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറമാകുന്നത് അങ്ങേക്ക് ഉത്തമമാണ്. മിനൽ ഊല, ഈ ദുനിയാവിനേക്കാൾ. വല സൗഫ യൂതീക റബ്ബുക ഫതർല, അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് നൽകും, അപ്പോൾ അങ്ങ് തൃപ്തിപ്പെടും. അപ്പോൾ ഇനി അതാ പറയാൻ. റവാ സലമത്ത് അൻബിന് ഇസ്ഹാഖ് ഖാല, സലമത്ത് എന്നവർ ഇബ്നു ഇസ്ഹാഖിനെ തൊട്ട് റിവായത്ത് ചെയ്തു. ഖാല, അദ്ദേഹം പറയുന്നു വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, ഐ മാ ഇന്ദി ഫി മർജീക ഇലയ്യ യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, എൻ്റെ അടുത്തേക്ക് അങ്ങ് മടങ്ങു വരുന്ന സമയത്തുള്ള ഒന്ന് ഖൈറുൻ ലക ഖൈറുൻ ലക, അത് അങ്ങേക്കേറ്റ് ഉത്തമമാണ്. മിമ്മ അജ്ജൽതു ലക മിനൽ കറാമത്ത് ഫി ദുനിയ, ദുനിയാവിലുള്ള അങ്ങേക്കുള്ള ആദരവിനേക്കാൾ അങ്ങക്ക് നാം തന്നതിനേക്കാൾ ഖൈർ അതാണ്. മിമ്മ അജ്ജൽതു ലക, അങ്ങേക്ക് നാം തന്നതിനേക്കാൾ ഖൈറാണ്. പെട്ടെന്ന് തന്നുണ്ട് ഈ ദുനിയാവിൽ തന്നതിനേക്കാൾ.
വഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു ഉരിയ നബിയെ കാണപ്പെട്ടു മാ യഫ്തഹില്ലാഹു അലാ ഉമ്മത്തിഹി ബഅദഹു, നബിക്ക് കാണിക്കപ്പെട്ടത് മാ ഒന്ന് യഫ്തഹില്ലാഹു അലാ ഉമ്മത്തിഹി ബഅദു, നബിക്ക് ശേഷം നബിയുടെ ഉമ്മത്തിന് അള്ളാഹു തുറന്നു കൊടുക്കുന്നതിനെ. ഫസുറ ബിദാലിക്, അപ്പോൾ നബി അതുകൊണ്ട് സന്തോഷിച്ചു. ഫനസല ജിബിരിയിലു, അപ്പോൾ ജിബിരിയിൽ ഇറങ്ങി ഖൗലി, അള്ളാഹിൻ്റെ കൗലുമായിട്ട് വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ, ആഖിറം അങ്ങേക്ക് ദുനിയാവിനേക്കാൾ ഉത്തമമാണ്. വല സൗഫ യുതീക റബ്ബുക ഫതർലാ, അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് നൽകും, അപ്പോൾ അങ്ങ് തൃപ്തിപ്പെടും. ഖാല ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു അൽ ഫൽജ ഫിദ് ദുനിയാ വസ്സവാബ ഫിൽ ആഖിറ, വഖീല പറ ഹൗലു വശഫാഅത്തു, അപ്പോൾ അവിടെ ആഖിറത്തിലെ സവാബ്. ഇനി വേറെ പറയപ്പെട്ടത് അള്ളാഹു നൽകുമ്പോൾ തൃപ്തിപ്പെടുന്നു. എന്താണ് നൽകുന്നത്? ഹൗലും ഷഫാഅത്തുമാണ്. നബിക്ക് അള്ളാഹു ഹൗലുൽ കൗസറും ഹൗലുൻ നഹാറൊക്കെ നൽകുന്നല്ലോ പറഞ്ഞു. അതുപോലെ തന്നെ ഷഫാഅത്ത, ശുപാർശ നൽകും, സമുദായത്തിന് വേണ്ടി ശുപാർശ ചെയ്യും നബി. വനബിൻ അബ്ബാസിനെ തൊട്ടുണ്ട് അൽഫ ഖസിറാണ് മിൻ ലൂലുയിൻ അബിയദ തുറാബുൽ മിസ്കു, വെളുത്ത മുത്തിനാലുള്ള 1000 കൊട്ടാരങ്ങളാണ്, അതിലെ മണ്ണ് മിസ്കായിരിക്കും, കസ്തൂരിയാണ്. റഫഉൽ ഔസായി ഖാല ഹദസനി ഇസ്മായിൽ ഇബ്നു ഉബൈദില്ലാ അൻ അലി ഇബ്നു അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് അൻ നബിഹി ഖാല ഉരിയ നബി മാഹു മഫ്തുവൻ അലാ ഉമ്മത്തി, നബിക്ക് കാണിക്കപ്പെട്ടു നബിയുടെ സമുദായത്തിന് എന്താണ് നൽകപ്പെടുന്നത്. ഫസുറ ബിദാലിക, അപ്പോൾ നബി സന്തോഷിച്ചു. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു ഇറക്കി വല്ലുഹാ ഇലാ ഖൗലിഹി തആല വല സൗഫ യുതീക റബ്ബുക ഫതർള ഫഅതാഹുല്ലാഹു ജല്ല സന അൽഫ ഖസ്രിൻ, അള്ളാഹു നബിക്ക് നൽകി 1000 കൊട്ടാരം. ഫീ ജന്ന, സ്വർഗത്തിൽ. തുറാബുൽ മിസ്കു, അതിലെ മണ്ണ് മിസ്കാണ്, കസ്തൂരിയാണ്. ഫീ കുല്ലി ഖസ്രി മായംബഗി ലഹു മിനൽ അസ്വാജി വൽ ഖദമി, ഓരോ കൊട്ടാരത്തിലും ഉണ്ടാകും ഭാര്യമാരിൽ നിന്നും സേവകരിൽ നിന്നും നബിയോട് യോജിച്ചത്. അലി വാൻഹു ഖാൽ, അദ്ദേഹത്തെ തൊട്ടുതന്നെ ഖാൽ, അദ്ദേഹം പറയും റളിയ മുഹമ്മദ് നബി തൃപ്തിപ്പെട്ടു അല്ലാ യദ്ഖുല അഹദും മിൻ അഹ്ലി ബൈത്തിഹി നാറ, നബിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നരകത്തിൽ പ്രവേശിക്കാതിരിക്കൽ. വഖാല, സുദ്ദി പറയും ഖീല ഹിയ ശഫാഅത്തുൻ ഫി ജമീൽ മുഅ്മിനീൻ, അല്ല പറയപ്പെട്ടു മുഅ്മിനീങ്ങൾ മുഴുവത്തിലുള്ള ശഫാഅത്താണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ നബി തൃപ്തിപ്പെടും എന്ന് പറഞ്ഞു, അള്ളാഹു നബിക്ക് നൽകും, അപ്പോൾ നബി തൃപ്തിപ്പെടും എന്ന് പറഞ്ഞത്. വൻ അലിയൻ റളിയല്ലാഹു അൻഹു തൊട്ടുണ്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഉശഫിഉനില്ലാഹു ഫി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ എനിക്ക് അള്ളാഹ് ശുപാർശ നൽകിയിരുന്നു. ഹത്താ യഖൂൽ അല്ലാഹു സുബ്ഹാനഹു തആല, അള്ളാഹ് അങ്ങനെ എന്നോട് പറയും റളീത യാ മുഹമ്മദ്, അങ്ങ് തൃപ്തിപ്പെട്ടോ ഓ മുഹമ്മദേ. ഫഖൂൽ യാ റബ്ബി, അപ്പോൾ ഞാൻ പറയും എൻ്റെ റബ്ബേ റളീത്, ഞാൻ തൃപ്തിപ്പെട്ടു. അപ്പോൾ തൃപ്തിപ്പെടുന്നത് വരെ നൽകുന്നല്ലേ പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ സമുദായത്തിന് വേണ്ടിയുള്ള ശുപാർശയാണ് ഉദ്ദേശം. ഒഫി സഹീ മുസ്ലിം ഉണ്ടാണ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു അംർ ഇബ്നു ആസിയത്തോട് അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നബി ഓതി ഖൗലുല്ലാഹി തആല ഫി ഇബ്രാഹിം നബിയിലുള്ള അള്ളാഹിൻ്റെ കൗൽ എന്താണ്? ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ആരെങ്കിലും എന്നെ പിൻപറ്റിയാൽ അവൻ എന്നിൽപ്പെട്ടവനാണ്. ഒമൻ അസ്വാനി, എന്നോട് ആരെങ്കിലും എതിര് ചെയ്താൽ ഫഇന്നക ഗഫൂർ റഹീം, തീർച്ചയായും നീ ഗഫൂർ റഹീമാണല്ലോ, നീ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. അതുപോലെ തന്നെ വഖൗൽ ഈസാ അലൈഹി സ്വലാമിൻ്റെ കൗലു നബി ഓതി എന്താണ്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, നീ അവരെ ശിക്ഷിച്ചാൽ അവർ നിൻ്റെ അടിമകളാണല്ലോ. ഫറഫഅ യദൈഹി, അപ്പോൾ നബി തങ്ങൾ ഇത് രണ്ടും ഓതിയിട്ട് കൈ ഉയർത്തി. വഖാല, നബി പറഞ്ഞു അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അള്ളാഹു എൻ്റെ സമുദായം വ ബക്ക, നബി കരഞ്ഞു. ഫഖാല അല്ലാഹു തആല ലി ജിബ്രീല, അപ്പോൾ അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു ഇദ്ഹബ് ഇലാ മുഹമ്മദ്, നബി അങ്ങ് മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകുക. വ റബ്ബുക അഅലമു ഫസൽഹു മാ യുബ്കീക, അങ്ങനെ റബ്ബ് ഏറ്റവും അറിയുന്നവനാണ്, എങ്കിലും ഫസൽഹു, നബി അങ്ങ് നബിയോട് ചോദിക്കണം മാ യുബ്കീക, അങ്ങേ കരയിപ്പിച്ചെന്താണെന്ന്. ഫാതാ ജിബ്രീൽ നബി, അപ്പോൾ നബി തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ ചെന്നു. വസാല, നബിയോട് ചോദിച്ചു. ഫഅഖ്ബറഹു, അപ്പോൾ നബി കാര്യം പറഞ്ഞു. ഫഖാല അല്ലാഹു തആല ജിബ്രീൽ, അപ്പോൾ ജിബ്രീലിനോട് അല്ലാഹു പറഞ്ഞു ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ ഫഖുൽ ലഹു ഇന്നല്ലാഹ, അപ്പോൾ അല്ലാഹ് ജിബ്രീലിനോട് പറയണം ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് പറയണം അള്ളാഹു അങ്ങയോട് പറയുന്നു ഇന്നാ സനുർദീക ഫി ഉമ്മത്തിക വലാ നസൂക, അങ്ങയുടെ സമുദായത്തിൻ്റെ കാര്യത്തിൽ നാം അങ്ങയെ തൃപ്തിപ്പെടുത്തും, അങ്ങയെ നാം ദുഃഖിപ്പിക്കൂല, ഖേദിപ്പിക്കുകയില്ല എന്ന് പറയുക എന്ന് പറഞ്ഞ് ജിബ്രീലിനെ രണ്ടാമതും വിട്ടു.
വഖാല അലി റളിയല്ലാഹു അൻഹു പറയണില്ലേ അഹ്ലിൽ ഇറാഖിൻ്റെ അഹ്ലുകാരോട് പറഞ്ഞു, ഇന്നക്കും തഖൂലൂന ഇന്ന അർജായത്തിൻ ഫി കിതാബില്ലാഹി തആല ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഇറാഖുകാരോട് അലി തങ്ങൾ പറയാണ്, നിങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ ആയത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ളത്, അള്ളാഹിൻ്റെ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് ഏതാണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് എന്നതാണ് നിങ്ങൾ പറയുന്നു അല്ലേ? ഏതാ അതിൻ്റെ അർത്ഥം? അള്ളാഹിൻ്റെ സുമറിൽ 53-ാമത്തെ ആയത്തുണ്ടല്ലോ, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ എന്താണ് നിരാശരാകേണ്ട, സ്വന്തം ശരീരത്തിൻ്റെ മേൽ അക്രമം ചെയ്ത എൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ്രയരാകണ്ട എന്ന അർത്ഥം കൊള്ളുന്ന ആയത്താണെന്ന് നിങ്ങൾ പറയുന്നല്ലോ. കാലുവർ പറഞ്ഞു ഇന്നാൻ അഖൂലു ദാലിക. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അത് പറയുന്നു, ഞങ്ങൾ ശരി അതാണ് പറയുന്നത്. കാല അപ്പോൾ അലി തങ്ങൾ പറഞ്ഞു വലാക്കിന്ന അഹ്ലുൽ ബൈത്തി നഖൂലു, പക്ഷെ ഞങ്ങൾ അഹ്ലുൽ ബൈത്ത്, ഞങ്ങൾ നബിയുടെ കുടുംബക്കാരൻ ഞങ്ങൾ പറയുന്നു ഇന്ന അർജ ആയത്തിൻ ഫി കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബിലെ ആയത്തുകൾ ഏറ്റവും പ്രതീക്ഷയുള്ളത് അത് അള്ളാഹിൻ്റെ കൗലാണ്. ഏതാണ്? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. കണ്ടോ, നബിയെ അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് നൽകും, അപ്പോൾ അങ്ങ് തൃപ്തിപ്പെടും എന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ്, നബി തങ്ങൾ തൃപ്തിപ്പെടണമെങ്കിൽ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നബി ശഫാഅത്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് എന്ന് അലി തങ്ങൾ പറഞ്ഞു എന്ന്. വഫിൽ ഹദീസിലുണ്ട്, വഫിൽ ഹദീസ് ഒരു ഹദീസിലുണ്ട് എന്താണ്, ലമ്മാ നസലത്ത് ഹാദിൽ ആയത്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു ഇദൻ വല്ലാഹി ലാ അർളാ. കണ്ട, വല്ലാഹി അള്ളാഹിനെ തന്നെ സത്യം, ലാ അർളാ ഞാൻ തൃപ്തിപ്പെടൂല, വാഹിദു മിൻ ഉമ്മത്തി ഫിന്നാർ എൻ്റെ സമുദായത്തിൽ ഒരാൾ നരകത്തിലുള്ള സമയത്ത് എനിക്ക് തൃപ്തി ഉണ്ടാവൂല. അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരായത്താണത്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. അലം യജിദിക യതീമൻ ഫആവാ അല്ലേ? അലം യജിദിക യതീമൻ ഫആവാ, നബിയെ അങ്ങേ അള്ളാഹു യതീമായിട്ട് എത്തിച്ച്, അങ്ങനെ ഫആവ അങ്ങേക്ക് അള്ളാഹ് അഭയം നൽകിയില്ലേ? അതിൻ്റെ വ്യാഖ്യാനം അദ്ദദ സുബ്ഹാനഹു, അള്ളാഹു എണ്ണുകയാണ്, മിനനഹു അലാ നബി മുഹമ്മദ്, നബി തങ്ങൾക്ക് അള്ളാഹ് നൽകിയ മിന്നത്തുകളെ, അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയണം. ഫഖാലണ്ട് അള്ളാഹ് പറയും അലം യജിദിക യതീമൻ, അങ്ങേ എത്തിച്ചില്ല അള്ളാഹ് യതീമായിട്ട്, ലാബലക്ക അങ്ങക്ക് പിതാവില്ലാതെ, അത് മാതാബൂക്ക അങ്ങയുടെ പിതാവ് മരണപ്പെട്ടിരുന്നു. ഫാവ അപ്പോൾ ഐ ജാലലക്ക മാവൻ താവീലഹി ഇന്ദ അമ്മിക്ക അബി താലിബ്, അപ്പോൾ അള്ളാഹു താല അങ്ങ് അഭയം നൽകി ഇന്ദ അമ്മിക്ക അങ്ങയുടെ അമ്മിൻ്റെ അടുക്കൽ, അതായത് അബൂ ത്വാലിബിൻ്റെ അടുക്കൽ. ഇപ്പോൾ കഫലക്ക അദ്ദേഹം അങ്ങേ ഏറ്റെടുത്തു. വക്കീല ജാഫർ മുഹമ്മദ് സ്വാദിഖ്, ജാഫർ ബിൻ മുഹമ്മദ് സ്വാദിഖിനോട് പറയപ്പെട്ടു ലിമ ഊത്തിമൻ നബിയു മിൻ അബവൈഹി, നബി എന്തുകൊണ്ടാണ് യതീമാക്കപ്പെട്ടത്? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, അല്ല യക്കൂൻ അലി മഖ്ലൂഖിൻ അലി ഹഖുൻ, ഒരു മഖ്ലൂഖിന് നബിയോട് ബാധ്യതയില്ലാതിരിക്കാൻ വേണ്ടി, നബിക്ക് ഒരു മഖ്ലൂഖിനോട് ബാധ്യതയില്ല, അല്ല യക്കൂൻ അലി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിക്കും നബിയുടെ മേൽ അവകാശം ബാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. വാൻ മുജാഹിദിനെ തൊട്ട് ഹുവ മിൻ ഖൗലിൽ അറബി ദുർറത്തൻ യത്തീമത്തെന്ന് പറയാറുണ്ട്. ഇതാലം യക്കുൻ ലഹ മിസിലില്ലെങ്കിൽ മജാസുൽ ആയത്തി, അപ്പോൾ ആയത്തിൻ്റെ മജാസ് അലം യജിദിക വാഹിദൻ മിൻ ഷറഫിക്ക, അങ്ങയുടെ ഷറഫിൽ ഒരാളെയും അങ്ങേക്ക് എത്തിച്ചിട്ടില്ല, ലാ നദീറലക്ക അങ്ങേക്ക് നദീറില്ല. ഇനി യത്തീമെന്ന് വെച്ചാൽ ദുർറത്തും യത്തീമെന്ന് വെച്ചാൽ യത്തീമെന്ന് വെച്ചാൽ അതാണ്. അലം യജിദിക യത്തീമൻ, അങ്ങേ അള്ളാഹു തുല്യതയില്ലാത്തവനായിട്ട് എത്തിച്ചില്ലേ, അങ്ങനെ അർത്ഥം പറയാം. അതായത് ഇദാലം യക്കുൻ ലഹ മിസിലുൻ, അതിന് തുല്യതയില്ലാത്തതിനെ പറ്റി ദുർറത്തും യത്തീമത്തെന്ന് പറയും. അപ്പോൾ മജാസുൽ ആയത്ത്, അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം എങ്ങനെ, മജാസ് എങ്ങനെ, അലം യജിദിക അങ്ങേക്ക് എത്തിച്ചില്ല വാഹിദൻ ഫി ഷറഫിക്ക ഒരുത്തനെയും, അങ്ങയുടെ ഷറഫിൽ ഒരാളെയും, ലാ നദീറലക്ക അങ്ങയോട് തുല്യമായവനില്ല.
ഫാവാക്കല്ലാഹു ബി അസ്ഹാബി യഹ്ഫളൂനഹു വയഹൂതൂനക. അപ്പോൾ അള്ളാഹു അങ്ങേക്ക് അഭയം നൽകി ബി അസ്ഹാബിമാരെ കൊണ്ട്, അങ്ങയെ സംരക്ഷിക്കുകയും അങ്ങയെ സംരക്ഷിക്കുന്ന അസ്ഹാബികളെ കൊണ്ട് അള്ളാഹു അങ്ങേക്ക് അഭയം നൽകി എന്നാണ് അർത്ഥം. തുല്യതയില്ല. ദുർറത്തൻ യത്തീമ അല്ലേ? ദുർറത്തൻ യത്തീമ വെച്ചാൽ ദുർറത്ത് മുത്തല്ലേ, യത്തീമ വെച്ചാൽ തുല്യതയില്ലാത്ത. അപ്പോൾ അവിടെ അങ്ങനെ ഒരു അർത്ഥം വന്നിട്ടുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കാം. വവജദക ളാല്ലം ഫഹദാ. അപ്പോൾ അത് മനസ്സിലാക്കാം. വവജദക ളാല്ലം ഫഹദാ, അങ്ങേ അള്ളാഹ് എത്തിച്ചു. ലാല്ലൻ ലാലായിട്ട് ഫഹദ, അപ്പോൾ അള്ളാഹു അങ്ങേക്ക് മാർഗം നൽകി, വഴി തെറ്റിയതായിട്ട് അങ്ങേ എത്തിച്ചു. അപ്പോൾ അതൊക്കെ ലാല്ലം ഫഹദ എന്ന് വെച്ചാൽ എന്താ? ഐ ഗാഫിലൻ അമ്മാ യുറാദു ബിക മിൻ അംരി നുബുവത്തി, നുബുവത്തിൻ്റെ കാര്യത്തിൽ നിന്ന് അങ്ങേ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിനെ തൊട്ട് അശ്രിതനായിട്ട് അങ്ങേ എത്തിച്ചു. ഫഹദ കൈർ അർഷ, അപ്പം അങ്ങേക്കല്ല വഴി കാണിച്ചു, നേർമാർഗത്തിലേക്ക് നയിച്ചു. വല്ലലാൽ ഹുനാബി ബാനൽ ഗോഫലത്ത്. അപ്പോൾ ലലാൽ വഴികേടെന്ന് വെച്ചാൽ ഇവിടെ ഗോഫലത്താണ്, അതായത് അശ്രദ്ധ. കൗലി ജല്ലസന, അള്ളാഹു പറഞ്ഞല്ലോ ലാ യളില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബ് ഗാഫിലല്ല, അശ്രദ്ധവാനല്ല, വലാ യൻസ മറക്കുന്നവനുമല്ല എന്ന് പറഞ്ഞല്ലോ. ഐ ലാ യഗ്ഫുലു എന്ന് അർത്ഥം. അപ്പോൾ ലാലൻ്റെ അർത്ഥം ഗോഫലത്താണ്, അശ്രദ്ധ. വഖാല ഫി ഹഖ് നബി, അള്ളാഹു പറഞ്ഞു നബിമാരുടെ ഹക്കിലായിട്ട്, വൈൻകുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലിൻ, തീർച്ചയായും നീ മുമ്പ് അശ്രദ്ധവാനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗാഫിലി എന്ന് വെച്ചാൽ ആ ഗാഫിലിൻ്റെ അർത്ഥമാണ് ഇവിടെ ലാലൻ എന്ന് യൂസുഫ് സൂറത്തിൽ പറഞ്ഞില്ല. വഖാല ഖൗമൻ ലാലൻ, വഖാല ഖൗമു പറഞ്ഞിട്ടുണ്ട് ലാലൻ ലം തക്കുൻ തദ്രിൽ ഖുർആനു വശറായു, ഖുർആനും ശരീഅത്തും അറിയാത്ത ലാലായിരുന്നു അല്ലേ? ലാലെന്ന് വെച്ചാൽ ഫഅദാകല്ലാഹു ഇല ഖുർആനി, അപ്പോൾ അള്ളാഹു അങ്ങേ ഖുർആനിലേക്ക് വഴി കാണിച്ചു, ഇസ്ലാമിലേക്കും വഴി കാണിച്ചു എന്നാണ്. അനിൽ ഹാക്കിനെ തൊട്ട് വാ ഷഹറുബിന് ഔഷബിൻ വൈരിഹിമാർ തൊട്ട് വഹുമാന കൗലു താല മാകുന്ത തരീമൽ കിതാബ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഏത് അള്ളാഹിൻ്റെ കൗല് പോലെ തന്നെയാണിത്. മാകുന്ത തദ്രീമൽ കിതാബുൽ ഈമാൻ, ഈമാനും കിതാബ് എന്താണെന്ന് അങ്ങേക്ക് അറിയില്ലായിരുന്നു. അലാമ അയ്യന്ന ഫി സൂറത്ത് ഷൂറ, അപ്പോൾ സൂറത്ത് ഷൂറയിൽ നാം വ്യക്തമാക്കിയത് പ്രകാരം. വഖാല ഖൗമൻ, ഒരു ജനത പറഞ്ഞു, വവജദക ളാലൻ ജൈ ഫി ഖൗമിൻ ളുല്ലാലിൻ, വഴികെട്ട ജനതയിലാണ് അങ്ങേ അള്ളാഹ് എത്തിച്ചത്. ഫഅദാഹുമുല്ലാഹു ബിക, അപ്പോൾ അങ്ങ് കാരണം അള്ളാഹ് അവരെ ഹിദായത്തിലാക്കി, അങ്ങനെയാണ് അർത്ഥം. ഹാദാ കൗൽ കൽബി വ ഫറ, ഇത് ഫറാ ഇമാമിൻ്റെയും കൽബീൻ്റെയും കൗലാണ്. വാന് സുദ്ദിയെ തൊട്ട് നെഹ്വു, ഇതുപോലത്തെ തന്നെ സുദ്ദിയും പറഞ്ഞിട്ടുണ്ട്. ഐ വാജദക്ക കൗമക്ക ഫി ളലാലിൻ, അങ്ങയുടെ ജനതയെ അള്ളാഹ് വഴികേടിലായിട്ട് എത്തിച്ചു. വാജദക്ക ലാലൻ്റെ അർത്ഥം അങ്ങയെ എത്തിച്ചു എന്നല്ല, അങ്ങയുടെ ജനതയെന്ന്. ഫാദാക്ക ഇല ഇർഷാദി, അവരെ വഴി കാണിക്കുന്നതിലേക്ക് അള്ളാഹ് അങ്ങേക്ക് വഴി കാണിച്ചു തന്നു, അങ്ങേക്ക് അള്ളാഹ്. വക്കീല പറയപ്പെട്ടു വാജദക്ക ലാലൻ അനിൽ ഹിജ്റത്തി, ഹിജ്റയെ തൊട്ട് അങ്ങ് തെറ്റിയതായിട്ട് അങ്ങേ എത്തിച്ചു. അപ്പോൾ അതാക്കയില്ലേ, അപ്പോൾ അള്ളാഹു അങ്ങേ ഹിജ്റയിലേക്ക് എത്തിച്ചു. വക്കീല പറയപ്പെട്ടു ഐ നാസിയൻ, ലാലൻ ചായ് നാസിയൻ ഷൈനൽ ഇസ്തിസ്നായി ഹീന സുയിലത്തൻ അസാബിൽ കാഫി ബദിൽ ഖാർനനി വ റൂഹി ഫാദ്ക്കറക്ക. ഇസ്തിസ്നായിൻ്റെ കാര്യം അങ്ങ് മറന്നു. സൂറത്തുൽ അസ്ഹാബുൽ കാഫിനെയും ദുൽഖർനൈനെയും റൂഹിനെ പറ്റിയൊക്കെ അങ്ങയോട് ചോദിക്കപ്പെട്ട സമയത്ത് ഫാദ്ക്കറക്ക, അപ്പോൾ അള്ളാഹ് അങ്ങേക്ക് ഓർമ്മിപ്പിച്ചു. കമാ ഖാല തആല അൻ തളില്ല ഹുദാഹുമാ, വഖീല പറയൂ വജദക ത്വാലിബൻ ലി ഖിബിലത്തി ഫാദാക ഇലൈഹ, അങ്ങേ എത്തിച്ചു ഖിബിലയെ തേടുന്നവനായിട്ട്. അപ്പോൾ ഫാദാക ഇലൈഹ, അങ്ങേ അതിലേക്ക് ഹിദായത്താക്കി. അത് അതിൻ്റെ ബയാൻ എങ്ങനെ? ഖദിനറാ തഖല്ലുബ വിസ്സമായി എന്ന് പറഞ്ഞല്ലോ, അങ്ങയുടെ മുഖം ആകാശത്തിലേക്ക് തിരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അള്ളാഹ് പറഞ്ഞല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് ഖിബില ഏതായിട്ട് കഅബ തന്നെ കിട്ടൽ നബി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിലേക്കല്ല വഴി കാണിച്ചു എന്നാണ് പറഞ്ഞത്.
അല്ല അപ്പോൾ തെക്കൂനു ലലാല് ബിമാന ത്വലബ്. അപ്പോൾ ലലാലിൻ്റെ മാന എന്താണ്? ത്വാലിബ് തേടുക എന്നർത്ഥം അല്ലേ. അപ്പോൾ എങ്ങനെ വജക ലാലൻ അങ്ങ് കിബിലയെ തേടുന്നവനായിട്ട് അങ്ങേ നാം എത്തിച്ചു. അപ്പോൾ നാം അതിലേക്ക് തന്നെ അങ്ങേ എത്തിച്ചു എന്ന്. ലിയന്ന ലാല ത്വാലിബൻ എന്ന അർത്ഥത്തിനാണ്. വക്കീല പറയുമ്പോൾ വജതക്ക മുത്തഹയ്യിറൻ അൻ ബയാനിമാ നസലലൈക്ക അങ്ങയുടെ മേൽ ഇറങ്ങിയതിനെ വിശദീകരിക്കുന്നതിന് തൊട്ട് അങ്ങ് പരിഭ്രമിച്ചവനായി. ഫാദാക്കയിലേഹി അപ്പോൾ അങ്ങേ അള്ളാഹു അതിലേക്ക് ഹിദായത്താക്കി. ഫേക്കുനു ലലാൽ ബിമാന തഹയ്യുർ. അപ്പോൾ തഹയ്യുറിൻ്റെ മാനക്കാണ് ലലാൽ. കാരണം ലഅന്ന ലാല മുത്തഹയ്യിറൻ, കാരണം വഴി തെറ്റിയ ആൾ പരിഭ്രമിച്ചു പോകുമല്ലോ. അപ്പോൾ ആ നിലക്കാണ് മുത്തഹയ്യിറാകും, തഹയ്യുറുണ്ടാകും. വക്കീല പറയപ്പെട്ടു വജതക്ക ളായിഅൻ ഫീ ഖൗമിക ഫഹദാക്കയിലേഹി. ഇനി ലായിൻ്റെ മാനക്കാണ് ലായിൻ. വയക്കൂനു ലലാലി മാന ലിയാ, ലിയായിൻ്റെ മാനക്കാകും അങ്ങ് അങ്ങയുടെ ജനതയിൽ പ്രകാശിക്കുന്നവനായി. ഫാദാക്ക ഇലൈഹി. വയക്കൂനു ലലായി മാന ലിയായിൻ്റെ മാനക്ക ലിയാ. വക്കീല പറയപ്പെട്ടു വവജദക മുഹിബ്ബൻ ലിൽ ഹിദായത്തി ഫഹദാക്കയിലേഹി. അങ്ങേ ഹിദായത്തിനെ ഇഷ്ടപ്പെടുന്നവനായിട്ട് അങ്ങേ നാം എത്തിച്ചപ്പോൾ നാം അതിലേക്ക് ഹിദായത്താക്കിയെന്ന്. വൈകുന്നു ലലാലിമോനൻ മഹബത്തിൻ്റെ മാനക്കാണ്. അപ്പോൾ അത് മഹബത്ത് ഇഷ്ടപ്പെടുക എന്നർത്ഥത്തിനാണ്. വമിൻഹു ഖൗലു തആല ഖാലു തല്ലാ ഇന്നക ലഫി ളലാലിക്കൽ ഖദീം. കണ്ട അവിടെ അള്ള പറഞ്ഞല്ലോ തല്ലാഹി, അള്ളാഹിനെ തന്നെ ഇന്നക തീർച്ചയായും അങ്ങ് ലഫി ളലാലിക്കൽ ഖദീം അങ്ങയുടെ പഴയ ഇഷ്ടത്തിൽ തന്നെയാണല്ലോ. നമ്മുടെ മഹബത്തിൻ്റെ അർത്ഥത്തിനാണ്. അപ്പോൾ യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ മറ്റു മക്കൾ പറയുന്നില്ലല്ലോ യാക്കൂബ് നബിയെ പറ്റി അങ്ങ് ആ പണ്ടത്തെ ഇഷ്ടത്തിൽ തന്നെയാണല്ലോ എന്ന്. അപ്പോൾ ഫീ മഹബത്തിക്ക അങ്ങയോടുള്ള പണ്ടത്തെ ഇഷ്ടത്തിൽ തന്നെയാണല്ലോ. ഇനി അതായത് യൂസുഫ് നബി നഷ്ടപ്പെട്ടിട്ട് യാക്കൂബ് നബി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നില്ലേ. അപ്പോൾ അവസാനം അവർ കണ്ടെത്തുന്ന സമയത്ത് പിതാവ് പറയുന്നുണ്ടല്ലോ യൂസുഫ് നബി മരിച്ചിട്ടില്ല എന്നുള്ള രീതി. അപ്പോൾ മക്കൾ പറയുമല്ലോ ഇന്നക്ക ലഫി ലലാലിക്കൽ ഖദീം, അതാണ് ഉദ്ദേശം. അതപ്പോൾ ലലാലിക്കൽ ഖദീം വെച്ചാൽ പഴയ ആ ലലാലിൻ്റെ വഴികേടെന്നല്ല, മഹബത്ത് ഇഷ്ടത്തിൽ തന്നെയാണല്ലോ എന്നാണ് അർത്ഥം. ഖാല ഷാർ ഹാദൽ ലലാലു അശാബ മിന്നി മഫ്രിഖ വൽ ആരിലീന വലമ്മക്കും മുത്തഹഖിഖ. അപ്പോൾ ഹാദൽ ലലാൽ, അപ്പോൾ ഈ ലലാലിൻ്റെ അർത്ഥം ഇവിടെ ഇഷ്ടം. അജബൻ ലി അസ്സത ഫി ഇഖ്തിയാരി ഖതിഅതി ബാദൽ ലലാലി ഫഹബ്ലുഹാ ഖദ് അഖ്ലഖ. വഖീല പറയപ്പെടും ലാലെന്ന് വെച്ചാൽ ഫി ശിആബി മക്കത്ത എന്നാണ്. മക്കയുടെ എന്താണ് ചെരിവുകളിൽ അങ്ങ് വഴിതെറ്റിപ്പോയി. ഫഹദാക്ക അപ്പോൾ അള്ളാഹ് അങ്ങേ വഴി കാണിച്ചു. അങ്ങനെ റദ്ദക ഇലാ ജദ്ദിക അബ്ദുൽ മുത്തലിബ്, അങ്ങയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിലേക്ക് അള്ളാഹ് അങ്ങേ മടക്കി നൽകി. അപ്പോൾ ലാലിൻ്റെ അർത്ഥം വഴിതെറ്റി എന്നാണ്. എവിടെ വഴിതെറ്റിയെന്നാണ്? ചെറുപ്പത്തിലെ വഴിതെറ്റിപ്പോയി. ഖാല ഇബ്നു അബ്ബാസ് പറയണം ലല്ലൻ നബി, അതിന് തെളിവ് പറയും. ഇബ്നു അബ്ബാസ് നബി തങ്ങൾക്ക് വഴി വെച്ച് പോയി. വഹുവ സഗീറൻ ഫി ശിആബ് മക്കത്ത, മക്കയിലെ ഷിആബ് ചെരുവിൽ വെച്ചുകൊണ്ട് ചെറുതായിരിക്കെ. ഫറആഹു അബൂജ, അപ്പോൾ അബൂജഹൽ നബിയെ കണ്ടു. മുൻസരിഫൻ അൻ അഗ്നാമിഹി ഫറദ്ദഹു ഇലാ ജദ്ദി, അപ്പോൾ അബൂജഹൽ നബിയെ ഉപ്പാപ്പയുടെ അടുത്തേക്ക് മടക്കി കൊണ്ടുവന്ന് കൊടുത്തു എന്നാ. ഫമന്നല്ലാഹു അലൈഹി ബിദാലിക ഹീന റദ്ദഹു ഇലാ ജദ്ദി അലാ യദൈഹി അദുവിഹി. ഹീന റദ്ദഹു ഇലാ ജദ്ദിഹി അലാ യദി അദുവി, നബിയുടെ ശത്രുവിൻ്റെ കൈ മുഖേന ഉപ്പാപ്പക്ക് മടക്കി കൊടുത്ത സമയത്ത് അള്ളാഹു നബിയോട് മിന്നത്ത് ചെയ്തു, അനുഗ്രഹം ചെയ്തു എന്ന്. വക്കാല സഈദ് ജുബൈർ പറയാണ് ഖറജൻ നബിയു മാ അമ്മിഹി അബീ ത്വാലിബ്. ഇനി വേറെ കാര്യമുണ്ടോ, നബി പുറപ്പെട്ടു അമ്മിൻ്റെ കൂടെ, അബീ ത്വാലിബായ അമ്മിൻ്റെ കൂടെ ഫിഷ് ഒരു യാത്രയിൽ. ഫഖദ ഇബ്ലീസു ബിസ്സമാമിൻ നാഖത്തി ഫി ലൈലത്തുൽ അൽമ. അപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്യുന്ന അറിയോ, ഒരു ഇരുട്ടുള്ള രാത്രി ആ കടിഞ്ഞാൺ, ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ച് ഫാദലബിയാന് തരിക വഴി തെറ്റിച്ചു കളഞ്ഞു. ഫജാ ജിബിൽ അലീസ്, അപ്പോൾ ജിബിലിൽ വന്നിട്ട് ഫനഫഖ ഇബ്ലീസിനെ ഓടിച്ചു. നഫ്ഖത്തൻ
വക്കാമിനയില അറളി ഒറ്റ ഊത്തൂതി. അപ്പോൾ അത് കാരണം അവൻ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്നു വീണു അല്ലേ. അപ്പോൾ വക്ക ഇല അർലിൽ ഹിന്ദി, ഹിന്ദു ഭൂമിയിലേക്ക് വീണു. വറദ്ദ വിലൽ ഖാഫില, നബിയെ എന്ത് ചെയ്തു? അള്ളാഹു ഖാഫിലയിലേക്ക് തന്നെ മടക്കി. ജിബ്രീൽ ആ ഖാഫില വെച്ചാൽ ഒട്ടക സംഘത്തിലേക്ക് തന്നെ മടക്കി. അപ്പം മന്നല്ലാഹു അലൈഹി ബിദാലിക, അങ്ങനെ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? നബിയുടെ മേൽ അള്ളാഹ് മിന്നത്ത് ചെയ്തില്ലേ, അനുഗ്രഹം ചെയ്തല്ലോ. അപ്പോൾ രണ്ട് കാര്യമായി വഴി തെറ്റിയത്. വഖാല കഅബ് ഇന്ന ഹലീമത്ത ലമ്മ ഖളത്ത് ഹഖ റളായി, മുലകുടിയുടെ അവകാശം വീട്ടിയപ്പോൾ ഹലീമ റളിയല്ലാഹു അൻഹ ജാഅത്ത് ബി റസൂലില്ല, കഴിഞ്ഞപ്പോൾ റസൂലിൻ്റെ അടുക്കൽ വന്നു. ലി തറദ്ദുദിഹി അല അബ്ദുൽ മുത്തലിബ്, ലി തറുദ്ദഹു അല അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന് മടക്കി കൊടുക്കാൻ വേണ്ടി. നബിക്ക് 4 വയസ്സ് വരെ മുല കൊടുത്തത് ഹലീമ റളിയല്ലാഹു അൻഹു ആണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ മടക്കി കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ സമയത്ത് ഇന്ത ബാബി മക്കത്ത, അപ്പോൾ മക്കയുടെ വാതിലിനടുക്ക് അവർ കേട്ടു. ഹനി അൻ ലക്കിയ ബത്ഹാ മക്ക, നിനക്ക് സ്വാഗതം മക്ക, ലാ ബത്ഹാ മക്ക എന്ന് വിളിച്ചു പറഞ്ഞു. അൽ യൗമ യുറദ്ദു ഇലൈക്കിൻ നൂറു വദ്ദീനു വൽ ബഹാഉ വൽ ജമാൽ, ഓ മക്ക ബത്ഹാ, ഇന്നേ ദിവസം നിന്നിലേക്ക് നിൻ്റെ നൂറിനെയും പ്രകാശത്തെയും ദീനിനെയും നിൻ്റെ ബഹാ അതുപോലെ തന്നെ നിൻ്റെ ഭംഗിയൊക്കെ മടക്കപ്പെട്ടിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു? മക്കയുടെ കവാടത്തിൽ നിന്ന് അവർ ഒരു എന്താണ് അശരീരി കേട്ടു എന്നാണ്. കാലത്ത് മഹദി പറയാണ്. അപ്പോൾ വളത്തുഹൂലി ഉസ്ലിഹ സിയാബി, അപ്പോൾ ഞാൻ നബിയെ വെച്ചു ലി ഉസ്ലിഹ സിയാബി, എൻ്റെ വസ്ത്രം നന്നാക്കാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് ഹദ്ദത്തൻ ശരി, അപ്പോൾ ഒരു ശക്തിയായ ഒരു ശബ്ദം കേട്ടു. ഫൽത്തഫ്തു ഫലം മാറും, അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി കണ്ടില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു മാശറന്നാസ്, ഓ ജനങ്ങളെ, ഐനസബി, എവിടെ കുട്ടി? ഫഖാല ലം നറ ശൈആ ഫസഹത്ത് വാ മുഹമ്മദ ഫൈദൻ ഷൈഖുൻ ഫാനിൻ യതവക്കഉ അലാ അസ്വാഹു ഫഖാല ഇദ്ഹബി ഇല സ്വനമിൽ അഅ്ലം ഫഇൻ ശാഅ യറുദ്ദഹു അലൈകി ഫഅൽ. സുമ്മ ത്വാഫ ശൈഖു ബിസ്വനമി ഫഖബ്ബല റഅസഹു വഖാല യാ റബ്ബി ലം തസൽ മിന്നതുക അലാ ഖുറൈശിൻ വഹാദി സാദിയത്തു തസുമു അന്ന ഇബ്നഹാ ഖദ് ളല്ല ഫറുദ്ദഹു ഇൻ ശിഅതി ഫൻകബ്ബ അലാ വജിഹി വതസാഖത്തിൽ അസ്നാം വഖാലത്ത് ഇലൈക അന്ന അയ്യുഹ ശൈഖ് ഫഹലാകുന അലാ യദി മുഹമ്മദിൻ ഫഅൽഖ ശൈഖ അസാഹു വർതഅദ വഖാല ഇന്ന ലിബ്നിക റബ്ബൻ ലാ യുളയ്യിഉഹു ഫത്ലുബിഹി അലാ മഹൽ ഫൻഹശറത്ത് ഖുറൈശൻ ഇലാ അബ്ദുൽ മുത്തലിബ് വതലബു ഫി ജമീ മക്ക ഫലം യജിദൂഹു ഫതാഫ അബ്ദുൽ മുത്തലിബിൽ കഅബതി സബൻ വതളറ ഇലല്ലാഹി യർദഹു വഖാല യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദ ഉർദുദുഹു റബ്ബി വത്തഖിദ് ഇന്ദിയദ യാ റബ്ബി ഇന്ന മുഹമ്മദൻ ലം യൂജദ ഫശംലു ഖൗമി കുല്ലിഹിം തബദ്ദദ ഫസമി മുനാദി യുനാദി മിനസ് സമായി, അതായത് നബിയെ കാണാതാ എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ എന്താ, ആകാശത്തു നിന്നൊരു വിളി കേട്ടു. എന്താ, മാശറന്നാസോ ജനങ്ങളെ, ലാ തളിജു ഫൈനലി മുഹമ്മദിൻ റബ്ബൻ ലാ യഖ്ലുദു വലാ യുളയ്യു, നബിക്ക് ഒരു മുഹമ്മദിന് ഒരു റബ്ബുണ്ട്, നബിയെ പാഴാക്കുകയില്ല. ഫൈന മുഹമ്മദൻ ബി വാദി തിഹാമ ചരിവിൽ നബിയുണ്ട്. അതുതന്നെ എന്താ ഷജറത്തിൽ സമൂറ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അടുക്കലുണ്ട്. ഫസാർ അബ്ദുൽ മുത്തലിബ്, അപ്പോൾ അബ്ദുൽ മുത്തലിബ് വറഖത്ത് ബിൻ നൗഫൽ ഫൈദൻ ചെന്നു. അപ്പോൾ ഫൈദൻ നബിയു ഖായിമൻ തഹത്ത ഷജർ, അപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്യുക, വൃക്ഷത്തിൻ്റെ ചുവടെ നിൽക്കുന്നുണ്ട്. എലബു ബിൽ അഖ്സാനി ബിൽ വബിൽ വറഖി, നബി കൊമ്പുകളെ കൊണ്ടും ആ ഇലകളെ കൊണ്ടും കളിക്കണം. അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് മറ്റൊരു അഭിപ്രായം. ഇപ്പോൾ ലാലൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു വരാൻ കേട്ടോ. ഇനി വഖാലല്ലാഹു തആല നബി മുഹമ്മദ് ഫയുഹദാ ബിഹ, ഇപ്പോൾ പറഞ്ഞ വജദക്കൽ അറബ് ഷജറത്തൻ ഫിൽ ഖാലത്ത്. ഇനി വക്കീല പറയപ്പെടും വജദക്ക ലാലൻ ലൈലത്തൽ മീറാജി എന്നാണ്. അങ്ങേ മീറാജിൻ്റെ രാത്രിയിൽ അങ്ങേ എന്തായി, ലാലായിട്ട് അങ്ങേ എത്തിച്ചു എന്ന്. ഹീനൻ സറഫ അൻക ജിബ്രീലു,
ആ ജിബ്രീൽ അങ്ങേത്തോട്ട് തിരിഞ്ഞു പോയല്ലോ. വാൻതലാ താരിഫു തരീഖ്, അങ്ങ് വഴി അറിയണില്ല. ജിബ്രീൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി അല്ലേ, ആകാശം കഴിഞ്ഞപ്പോൾ നബി തൊട്ട് വിട്ട് പിരിഞ്ഞു പോയി. ഫാദാ കൈലാ സാക്കിൽ അർശി, അപ്പോൾ അർശിൻ്റെ സാക്കിലേക്ക്, അർശിലേക്ക് അങ്ങേ അള്ള ഹിദായത്താക്കി, വഴി കാണിച്ചു. അങ്ങനെയുമാകാം. വക്കാല അബൂബക്കറിൽ വറാക്ക് പറയുക കയറ് പറഞ്ഞു വാചക ലാലൻ, അങ്ങേ എത്തിച്ചു ലാലയുടെ തൊഹിബു അബാ ത്വാലിബിൻ, അങ്ങ് അബൂ താലിബിനെ ഇഷ്ടപ്പെടുന്നവനായിട്ട് എത്തിച്ചു. ഫാദാ കൈല മഹബത്ത് റബ്ബിക്ക, അപ്പോൾ അങ്ങേ അള്ളാഹു റബ്ബിൻ്റെ ഇഷ്ടത്തിലേക്ക് വഴി കാണിച്ചു എന്നാണ്. ഇതാര് പറഞ്ഞ? അബൂബക്കറിൽ വറാക്ക് പറഞ്ഞാണ്. വക്കാല ബസ്സാമുബിനു അബ്ദുല്ല പറഞ്ഞു വജദക ലാലൻ ബി നഫ്സിക ലാ തദ്രീമൻ അൻത, അങ്ങയെപ്പറ്റി അങ്ങേക്ക് വിവരമില്ലാത്തവനായിട്ട് എത്തിച്ചു. ഫറഫക ബി നഫ്സിക വഹാലിക, അപ്പോൾ അള്ളാഹ് അങ്ങേക്ക് അറിയിച്ചു തന്നു, അങ്ങയുടെ അവസ്ഥയും അങ്ങയെപ്പറ്റിയും അള്ളാഹു അറിയിച്ചു തന്നു എന്നാണ്. വക്കാല ജുന്തി പറയണ വജദക മുത്തഹയ്യിറൻ ബി ബയാനിൽ കിതാബി എന്നാണ്, ഖുർആൻ്റെ വ്യാഖ്യാനത്തിൽ പരിഭ്രമിച്ചതായിട്ട് അങ്ങേ എത്തിച്ചു. ഫഅല്ലമക്കൽ ബയാൻ, അപ്പോൾ അള്ളാഹ് അങ്ങേക്ക് ബയാൻ പഠിപ്പിച്ചു തന്നു. ബയാനഹു, അതിൻ്റെ ബയാൻ. നലി തുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം, അതിൻ്റെ ബയാനല്ലോ അള്ളാഹ് പറഞ്ഞില്ലേ, ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കാൻ, അങ്ങയിലേക്ക് ഇറക്കപ്പെടുന്ന ഒന്നിനെ വിശദീകരിക്കാമെന്ന് പറഞ്ഞല്ലോ സൂറത്തുൻ നഹലിൽ. ലിതുബയ്യന ലഹുമുല്ലദി ഇഖ്തലഫു ഫീഹി എന്നൊക്കെ. വഖാല ബഅദുൽ മുതകല്ലിമീങ്ങൾ പറഞ്ഞു, മുത്തകല്ലിമീങ്ങൾ ചിലർ പറഞ്ഞതാ, ഇദാ വജദത്തിൽ അറബു ഷജറത്തൻ മുൻഫരിദത്തൻ ഫീ ഫലാത്തിൻ മിനൽ അർളി ലാ ഷജറ മാഹ സമ്മൗഹ ലാല്ലത്തൻ എന്ന് പറയാറ്. അറബികൾ ഭൂമിയിൽ ഒറ്റപ്പെട്ടതായിട്ട്, വനഭൂമിയിൽ ഒറ്റപ്പെട്ടൊരു വൃക്ഷം കണ്ടാൽ അതിൻ്റെ കൂടെ മറ്റൊരു വൃക്ഷം ഇല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി ലാല്ലത്തൻ എന്ന് പറയാറുള്ളത്. ഫയുഹ്തദാ ബിഹ ഇല ത്വരീഖി ഫഖാല അല്ലാഹു, ഫയുഹ്തദാ ബിഹ ഇല ത്വരീഖി, അപ്പോൾ അതുമൂലം വഴിയിലേക്ക് എന്ത് ചെയ്യും, വഴി കാണിക്കപ്പെടും. അപ്പോൾ ഫഖാല അല്ലാഹു, അപ്പോൾ അള്ളാഹ് പറഞ്ഞു നബീനോട്, മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞു, വജദക ലാലൻ, അങ്ങേ ലാ അഹദ ലാ ദീനിക്ക, അങ്ങേ അള്ളാഹ് എത്തിച്ചു ഒരാളും അങ്ങയുടെ ദീനിലില്ലാതെ. വാൻത വഹീദൻ, അങ്ങ് ഏകനായിരുന്നു. ലൈസമാക്കാഹുദൻ, അങ്ങയുടെ കൂടെ ഒരാളും ഇല്ലായിരുന്നു. ഫാദൈത്തു ബിക്കൽ ഖൽഖയിലേക്ക്, ഫാദൈത്തു ബിക്ക ഹൽഖയിലെ അൽ ഖൽഖയിലയ്യ, അങ്ങ് കാരണം സൃഷ്ടികളെ എന്നിലേക്ക് നാം വഴി കാണിച്ചു എന്ന്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശം. കുൽത്തു, ഞാൻ പറയുന്നു, ഹാദിൽ അഖ്വാൽ കുല്ലു ഹിസാൻ, ഈ പറഞ്ഞതെല്ലാം നല്ലത് തന്നെയാണ്, ഒരുപാട് അഭിപ്രായം പറഞ്ഞു. സുമ മിൻഹ മാഹുവ മാനവിയൻ, പിന്നെ അതിൽപ്പെട്ടതുണ്ട് മാനവിയായതുകൊണ്ട്. വ മിൻഹ മാഹുവ ഹിസ്സിയൻ, നമുക്ക് മാനവിയായിട്ടും എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ല നേരെ തന്നെ ഹിസ്സിയായിട്ടും കിട്ടുന്ന അഭിപ്രായങ്ങളുണ്ട്. വൽ ഖൗലുൽ അഖീറു അജബു ഇലയ്യ, അവസാനം പറഞ്ഞ കൗല് എന്നിലേക്ക് ഏറ്റവും അത്ഭുതകരമാണ്. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, കാരണം ലിഅന്ന യജ്മഉൽ അഖ്വാൽ മാനവിയ, അത് ഈ മാനവിയായ എല്ലാ കൗലിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. വഖാല ഖൗമൻ, ചില ജനങ്ങൾ പറഞ്ഞു, ഇന്നഹു കാന അലാ ജുംലത്തി മാ കാനൽ ഖൗമു അലൈഹി ലാ യുദ്ഹിറു ലഹും ഖിലാഫൻ അലാ ലാഹിൽ ഹാലി. ഇന്നഹു കാന അലാ ജുംലത്തി മാ കാനൽ ഖൗമു അലൈഹി, നബിയുടെ ജനത ഏതിലായിരുന്നു ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു നബി. ലാ യുദ്ഹിറു ലഹും ഖിലാഫൻ അലാ ലാഹിൽ ഹാലി, ലാഹിറുൽ ഹാല് പ്രകാരം ഖിലാഫിനെ വെളിവാക്കി അവർക്ക് നബി വെളിവാക്കിയിരുന്നില്ല. പമ്മ ഷിർക്കു ഫല യുളന്നു ബിഹി, ഷിർക്ക് നബിയെ കൊണ്ട് ഭാവിക്കപ്പെടില്ല. ബൽക്കാനല മറാസിമിൽ ഖൗമി ഫിൽ ലാഹിരി 40 സന, 40 വർഷം ആ ജനതയുടെ എന്താണ് ചര്യയിലായിരുന്നു എന്ന് പറഞ്ഞു. വഖാലുൽ ഖൽബി പറഞ്ഞു, സുദ്ദി പറഞ്ഞു, ഹാദാ അല ലാഹിരി, ഇത് പറഞ്ഞത് ലാഹിറാണ്. ഐ വജദക കാഫിറൻ വൽ ഖൗമു കുഫാറൻ ഫാദാക്ക, അങ്ങേ അള്ളാഹ് എത്തിച്ചു കാഫിറായിട്ട്, വൽ ഖൗമു കുഫാറൻ, ജനങ്ങൾ കാഫിറാണല്ലോ, ഫാദാക്ക, അപ്പോൾ അള്ളാഹ് അങ്ങേ ഹിദായത്ത് നൽകി എന്ന് പറഞ്ഞു. വഖദ് മള ഹാദൽ ഖൗലു വർ റദ്ദു അലൈഹി ഫി സൂറത്തി ഷൂറ, ഷൂറാ സൂറത്തിൽ ഇതിൻ്റെ ഈ കൗലും അതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് സൂറത്ത് ഷൂറയിൽ. വഖീല പറയപ്പെടും വജദക മഗ്മൂറൻ ബി അഹ്ലി ശിർക്കി ഫമയ്യസ അൻഹും, അങ്ങ് ഷിർക്കിൻ്റെ അഹ്ലുകാരെ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അള്ളാഹു അങ്ങ് അവരെ തൊട്ട് വേർപിരിച്ചു. യുഖാൽ ദല്ലൽ മാവു ഫി ലബനി എന്ന് പറയാറുണ്ടല്ലോ, പാലിൽ വെള്ളം എന്തായി മൂടി എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയും അർത്ഥം. വമിൻഹു, അതിൽപ്പെട്ടതാണ്
ഐദാ ലലൽനാ ഫിൽ അർളീന്ന്, ഞങ്ങൾ ഭൂമിയിൽ ചേർന്ന് പോയാൽ അല്ലേ. ഐദാ ലലൽന, അപ്പോൾ ലലൽനൊക്കെ ഒരുപാട് അർത്ഥമായിട്ടാണ്. ഐ ലഹിഖ്നാ ബിത്തുറാബ്, മണ്ണിനോട് ഞങ്ങൾ ചേർന്നാൽ, ഇന്ദ ദഫിനി, മറ ചെയ്യുന്ന സമയത്ത്, ഹത്താ കന്ന ലാ നതമൈസു മിൻ ജുംലത്തിഹി, ഞങ്ങളാകും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് വേർപിരിയാത്തതുപോലെ ആകുമല്ലോ. വഫിൽ ഖിറാത്തിൽ ഹസൻ വജക ലാല്ലം ഫഹദാ, ഇനി ഹസൻ എന്നവരുടെ ഖിറാത്തിലുണ്ട് വജക ലാല്ലൻ ഫഹദാ, ഐ വജക ലാല്ലു ഫഹ്തദാ ബിഹി വഹാദിഹി ഖിറാത്തുൻ അല തഫ്സീർ. അങ്ങേ ലാലെത്തിച്ചു ഫഹ്തദാ ബിഹി, അദ്ദേഹം അങ്ങേ നേരെ എത്തിച്ചു എന്ന അർത്ഥത്തിന് ലാലുൻ എന്നായിട്ട്, ലാലൻ എന്ന നമ്മൾ മഫൂലായിട്ട്, ഇവിടെ ലാലുൻ എന്ന് ഫായിലായിട്ട് ഓതി. വാദി ഖിറാഅത്തു അല തഫ്സീർ. വഖീല പ്രവചതക ലാലൻ ലാ യഹ്തദി ഇലൈക ഖൗമുക വലാ യരിഫൂന ഖദ്റക ഫാദൽ മുസ്ലിമൂന ഇലൈക ഹത്താ ആമനു ബിക, അങ്ങയിലേക്ക് ജനങ്ങൾ എത്താത്ത ആളായിട്ട് അങ്ങേ എത്തിച്ചു. വലാ യരിഫൂന, അങ്ങയുടെ ഖദ്ർ അവർക്ക് അറിയില്ലായിരുന്നു. ഫാദൽ മുസ്ലിമീനയിലേക്ക്, അപ്പോൾ മുസ്ലിമീങ്ങൾ അങ്ങയിലേക്ക് വരികയും അവർ വിശ്വസിക്കുകയും ചെയ്തു. ഇനി വജദക ആയിലം ഫഅഗ്നാ, അങ്ങേ അള്ളാഹ് എത്തിച്ചു ആരായിട്ട്, ആയിലായിട്ട് എത്തിച്ചു. ഫഅഗ്ന, അപ്പോൾ അള്ളാഹ് അങ്ങ് ദരിദ്രനായിട്ട് അള്ളാഹ് അങ്ങേ എത്തിച്ചു. അപ്പോൾ അള്ളാഹു അങ്ങയെ ധനികനാക്കി. വജദക ആയിലം ഫഅഗ്ന ഐ ഫഖീറൻ ലാ മാലലക, അങ്ങേക്ക് സമ്പത്തില്ലാത്ത ദരിദ്രനായി അള്ളാഹ് എത്തിച്ചു. ഫഅഗ്ന ഐ ഫഅഗ്നാക ബി ഖദീജത റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹുവിനെ കൊണ്ട് അങ്ങേ അള്ളാഹു സമ്പന്നനാക്കി. യുഖാല് പറയപ്പെടും ആല റജുലു യഈലു ഐലത്തൻ ഇദാ ഫഖറ, ആല എന്ന് വെച്ചാൽ എന്താണ്, ഫഖീറായി ദരിദ്രനാകുകയെന്ന്. വഖാല ഉഹൈഹത്ത് ഇബ്നു ജുല്ലാ പറഞ്ഞു ഫമാ യദ്രിൽ ഫഖീറു മതാ ഗിനാഹു വമാ യദ്രിൽ ഗനിയു മതാ യഈലു, ദരിദ്രൻ എപ്പോഴാണ് ധനികനാകുക എന്നോ ധനികൻ എപ്പോഴാണ് ദരിദ്രനാകുക എന്നറിയില്ല. ഐ യഫ്തഖിർ, അപ്പോൾ യഈലു വെച്ചാൽ യഫ്തഖിറു എന്നാണ് അർത്ഥം. അപ്പോൾ ആലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാരിദ്ര്യം. വഖാല മുഖാത്തിൽ പറഞ്ഞു ഫറല്ലാക ബിമാ അതാക മിന റിസ്കി, റിസ്കിൽ നിന്ന് അങ്ങക്ക് അള്ളാഹ് നൽകിയൊന്നുകൊണ്ട് അള്ളാഹ് തൃപ്തിപ്പെടുത്തിയെന്ന്. വഖാൽ കൽബി പറഞ്ഞു കന്നാക്ക ബി റിസ്ക്, റിസ്ക് കൊണ്ട് അള്ളാഹു അങ്ങേക്ക് എന്തായി തൃപ്തിപ്പെടുത്തി. വഖാല ഇബ്നു അത്താ പറഞ്ഞു വജദക ഫഖീറൻ നഫ്സി വഅഗ്ന ഖൽബക, നഫ്സ് ഫഖീറായിട്ട് ദരിദ്രനായിട്ട് എത്തിച്ചു, അള്ളാഹു അങ്ങയുടെ ഹൃദയത്തെ അപ്പോൾ ധനികനാക്കി. വഖാൽ അഖ്ഫജ് പറഞ്ഞു വജദക ദാ ഇയാലിൻ, അങ്ങേ ഇയാൽ കുടുംബമുള്ളവനായിട്ട് എത്തിച്ചു. ദലീലു ഫഅഗ്ന, അതിൻ്റെ ദലീൽ അഗ്ന എന്ന ദലീൽ അല്ലേ. വമിൻഹു ഖൗലു ജരീർ അല്ലാഹു അൻസല ഫിൽ കിതാബി ഫരീളത്തൻ ലിബ്നി സബീലി വൽ ഫഖീറിൽ ആയിലിൻ. വഖീല പറയപ്പെട്ടു വജദക ഫഖീറൻ മിനൽ ഹുജജി വൽ ബറാഹിൻ, അങ്ങേ അള്ളാഹ് ദരിദ്രനായിട്ട് തെളിവുകളിൽ നിന്ന് ദരിദ്രനായിട്ട് എത്തിച്ചു. ഫഅഗ്നാക ബിഹ, അപ്പോൾ അള്ളാഹ് അതുകൊണ്ട് അങ്ങേ എന്താക്കി, ധനികനാക്കി, ഐശ്വര്യവാനാക്കി. വഖീല പറയപ്പെട്ടു അഗ്നാക ബിമാ ഫതഹലക മിനൽ ഫുതൂഹി, അപ്പോൾ അഗ്നാക വെച്ചാൽ വിജയങ്ങൾ നൽകി, വിജയങ്ങൾ കൊണ്ട് അള്ളാഹ് അങ്ങേ ധനികനാക്കി. വ അഫാഅഹു അലൈക മിൻ അംവാലിൽ കുഫാരി, കുഫാറുകളുടെ മുതലുകളിൽ നിന്ന് അങ്ങയുടെ മേൽ അള്ളാഹു ഫൈഹ് നൽകി. അൽ കുശൈരിയു, കുശൈരി വഫി ഹാദാ നദർ, ഈ പറഞ്ഞ നദറുണ്ട്. ലന്ന സൂറത്ത് മക്കിയതാണ്, ഈ സൂറത്ത് മക്കിയല്ലേ. വൈനമാ ഫുരിദൽ ജിഹാദ് ബിൽ മദീന, ജിഹാദ് മദീനയിൽ വെച്ചല്ലേ ഫർദാക്കപ്പെട്ടത്. വഖിറാത്തുൽ ആമത്തി, അപ്പോൾ അവിടെ എന്തുണ്ട്, നദറുണ്ടെന്നാണ്, ഈ പറഞ്ഞ അർത്ഥത്തിനല്ല. അതായത് വിജയങ്ങൾ നൽകിക്കൊണ്ട് അങ്ങേ അള്ളാഹ് ധനികനാക്കി എന്ന് പറഞ്ഞല്ലോ, കാഫിരീങ്ങളുടെ മുതലുകളിൽ നിന്നൊക്കെ, ആ പറഞ്ഞതിൽ നദറുണ്ട്. വഖിറാത്തുൽ ആമത്തി ആയിലൻ എന്നാണ്, ആമത്തിൻ്റെ ഓത്ത് ആയിലൻ എന്നാണ്, വജദക ആയിലൻ എന്നല്ലേ. ഇബ്നു സമൈഖ ഓതി അയ്യലൻ എന്ന് ബി തശ്ദീദ് കൊണ്ട്, മിസ്ലു ത്വയ്യിബി വഹയ്യിൻ ത്വയ്യിബ് അയ്യിലൻ, വജദക അയ്യിലൻ എന്ന് ഓതിയിട്ടുണ്ട്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ്സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അതുകൊണ്ട് നബിയെ യതീമിങ്ങളെ അങ്ങ് എന്ത് ചെയ്യരുത്,
അവരെ അങ്ങ് നിസാരമാക്കരുത്. വമ്മസായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവരെ അങ്ങ് ആട്ടി ഓടിക്കരുത്. വമ്മാബി നിഅമത്ത് റബ്ബിക ഫഹദ്ദിസ്, അങ്ങക്ക് റബ്ബ് ചെയ്ത അനുഗ്രഹത്തെ അങ്ങ് പറയുക. ഫീ അർബ് മസാല, ഈ പറഞ്ഞതിൽ 4 മസലുണ്ട്. അല്ലൂല, ഒന്നാമത് കൗലുഹു തആല ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ എന്ന് വെച്ചാൽ എന്താണ്? ഐ ലാ തുസല്ലിത്ത് അലൈഹി ബിദ്ദുൽമി, അക്രമം കൊണ്ട് അവരുടെ മേൽ അങ്ങ് അധികാരം സ്ഥാപിക്കരുത് യതീമീങ്ങളുടെ മേൽ എന്നാണ്. ഐ ഇദ്ഫ ഇലൈഹി ഹഖഹു, അവരുടെ അവകാശം അവർക്ക് നൽകണം. വദ്കുർ യുത്തുമക്ക, അങ്ങയുടെ എന്താണ് ഈ യുത്തുമിനെ ഓർക്കണം. ഖാലുൽ അഖ്ബശ് ഇതിനെ പറഞ്ഞു, അങ്ങ് യതീമായിരുന്നല്ലോ, അതുകൊണ്ട് യതീമുകളുടെ അവകാശത്തെ അങ്ങ് തടഞ്ഞു വെക്കരുത്, അവരുടെ അവകാശം അവർക്ക് നൽകണം, അവരോട് അക്രമം ചെയ്യരുതെന്നാണ്. വക്കീല പറയും ഹുമാ ലുഗത്താനി ബി മാനൻ, അത് രണ്ടും മാനയിൽ 2 ലുഗത്താണ്. വാൻ മുജാഹിദിനെ തൊട്ടുണ്ട് ഖാൽ ഫലാ തഖ്ഹർ ഫലാ തഹ്ഖിറ, അവരെ എന്ത് ചെയ്യരുത്, തഖ്ഹർ എന്ന് വെച്ചാൽ എന്താണ്, അവരെ അങ്ങ് നിസാരപ്പെടുത്തരുത്, ഇഹ്തിഖാർ ചെയ്യരുത്. വഖറൻ നഖൈ ഓതി വാഷബ് ഓതി ഉഖൈലി തഖ്ഹർ ബിൽ കാഫ് കൊണ്ട്. വഖദാ ഹുവ ഫി മുസാഫി ഇബ്നു മസ്ഊദിൽ, അങ്ങനെയുള്ളത് ഇബ്നു മസ്ഊദിൻ്റെ മുസാഫിൽ തഖ്ഹർന്ന് ഖാഫിന് പകരം കാഫായിട്ടാണ്. ഫലാദാ യഹ്തമിലു യകുന നഹിയൻ അൻ ഖഹ്രിഹി, അപ്പോൾ ഇത് ഖഹറിനെ വിരോധിക്കലാകാം. ബിൽ ഉൽമിഹി വാഖദി മാലിഹി, അവരെ അക്രമം ചെയ്യുക, അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കലിനെ പറ്റി കൊണ്ടുള്ള എന്താണ് അക്രമത്തെ തൊട്ട് നിരോധിക്കലാണ്. ഹസ്വൽ യത്തീമ, ഇവിടെ യത്തീമീനെ പ്രത്യേകമാക്കിയത് അന്നഹുല നാസുല്ല ഗൈറുല്ലാഹി തആല ഫഖല്ലല്ലാഹു ബിഅഫി അംരിഹി, കാരണം യത്തീമിന് അല്ലാഹ് അല്ലാതെ സഹായം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫഖല്ലല്ലാഹു ഫി അംരി, അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്തു, അള്ളാഹു കടുപ്പം പറഞ്ഞതാണ്. ബി തഗ്ലീളി ഉഖൂബത്തി അലാ ളാലിമിഹി, അപ്പോൾ അവരെ ആക്രമിക്കുന്നവർക്ക് ശിക്ഷ കടുപ്പമുണ്ട് എന്നുകൊണ്ട് അള്ളാഹ് അവരുടെ കാര്യം ഗൗരവമാക്കി പറഞ്ഞു. വല്ലറബ് തുആഖിബു ബൈനൽ കാഫി വൽ ഖാഫി, അറബികൾ കാഫിൻ്റെയും ഖാഫിൻ്റെ ഇടയിൽ എന്താണ് മാറ്റി പറയാറുണ്ട്. അൻ നഹാസ് വഹാദ ഖലത്തൻ, നഹാസ് ഇത് കൊല്ലത്ത, ഇന്നമാ യുഖാലു ഖഹറഹു, നഹാസ് എന്നവർ പറയുന്നത് ഈ പറഞ്ഞത് കൊല്ലത്താണ്. കാരണം ഇന്നമാ യുഖാലു ഖഹറഹു ഇദസ്തദ്ദ അലൈഹി, ശക്തിയായാലാണ് ഖഹറഹു എന്ന് പറയാം, ഓലുള്ള, അപ്പോൾ അത് വ്യത്യാസമാണെന്ന് കേട്ടോ. വഫീ സഹീ മുസ്ലിം ഉണ്ട് മിൻ ഹദീസ് മുആവിയത്ത് ബിൻ ഹക്കം സലമിയെ തൊട്ട് ഹീന തക്കല്ലം ഫി സ്വലാത്തി ബി റദ്ദി സലാമി, ഹീന തക്കല്ലമ ഫി സ്വലാത്തി ബി റദ്ദി സലാമി ഖാല ഫബി അബി ഹുവ വ ഉമ്മി മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു യഅനി റസൂലുള്ളാഹ് ഫവല്ലാഹി മാ ഖഹറനി വലാ ളറബനി വലാ ശതമനി അൽ ഹദീസ. അതായത് മുസ്ലിമിലുണ്ട് മിൻ ഹദീസ് മുആവിയത്ത് ബിൻ ഹക്കം സുല്ലമി, മുആവിയത്ത് ബിൻ ഹക്കം സുല്ലമീൻ്റെ ഹദീസിൽ നിന്ന് ഹീന തക്കല്ലം ഫി സ്വലാത്തി ബി റദ്ദി സലാമി, സലാം അടക്കിക്കൊണ്ട് നിസ്കാരത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു ഫബി അബി ഹുവ വ ഉമ്മി, എൻ്റെ വാപ്പയെ തന്നെ സത്യം, ഹുവ വ ഉമ്മി, എൻ്റെ ഉമ്മയെ തന്നെ സത്യം. മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദു അഹ്സന തഅലീമ മിൻഹു, നബിയേക്കാൾ ഏറ്റവും നല്ല ഒരധ്യാപകനെയും ഞാൻ കണ്ടിട്ടില്ല, നബിക്ക് മുമ്പോ ശേഷമോ. വല്ലാഹി മാ ഖഹറനി, നബി എന്നെ ഖഹർ ചെയ്തിട്ടില്ല, വലാ ലറബനി, എന്നെ അടിച്ചിട്ടില്ല, എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് അപ്പോൾ ഖഹറനിൻ്റെ അർത്ഥത്തോടെ പറഞ്ഞു ഖഹറ. ഇനി വക്കീൽ അൽ ഖഹറുൽ ഖലബത്തു എന്നാണ്, വൽ ഖഹറു അസ്സജറു, ഇവിടെ ഖഹർ ഖലബത്താണ് പറയപ്പെട്ടു. ഖഹർ എന്ന് വെച്ചാൽ ഖാഫായിട്ട് പറയുമ്പോൾ ഖലബത്ത്, ഖഹർ എന്ന് വെച്ചാൽ സജിറാണ്, തടയുക, സജിറ ചെയ്യുക. അപ്പോൾ കാഫും കാഫും തമ്മിൽ പറഞ്ഞപ്പോൾ അർത്ഥം വ്യത്യാസം വന്നു. അസാനത്തിന് രണ്ടാമത്തെ മസാല ദല്ലത്തിൽ ആയത്തു അല ലുത്ഫി ബിൽ യത്തീമി, ഈ ആയത്ത് അറിയിക്കുന്നുണ്ട് യത്തീമിനോട് മയം ചെയ്യണം, നേർമ ചെയ്യണം, എന്താണ് ലുത്ഫ് ചെയ്യണം എന്ന് അറിയിക്കുന്നുണ്ട്. വബി റദ്ദിഹി വൽ ഇഹ്സാനിലൈഹി വബിരിഹി വൽ ഇഹ്സാൻ, അവനിക്ക് നന്മ ചെയ്യണം, ഗുണം ചെയ്യണമെന്ന് ഈ ആയത്ത് തെളിവാണ്. ഹത്താ ഖാല, ഖതാദ പറഞ്ഞല്ലോ കുൻ ലിൽ യതീമി കൽ അബിർ റഹീം, നീ യത്തീമിനോട് നീ എന്താണ് കരുണയുള്ള പിതാവിനെ പോലെ ആകണം.
റഹീമ അല്ലേ. വറുവിയാൻ അബി ഹുറൈറത്ത് റിവായത്തപ്പെട്ടു അന്ന റജുലൻ ഷക്കായില നബി, ഒരു റജുല് വന്നിട്ട് നബിയോട് അവലാതി ബോധിപ്പിച്ചു. ഖസ്വത്ത കൽബിഹി, അദ്ദേഹത്തിൻ്റെ ഹൃദയകാഠിന്യത്തെപ്പറ്റി, ഹൃദയത്തിൻ്റെ കടുപ്പത്തെപ്പറ്റി അവലാതി ബോധിപ്പിച്ചു. ഫഖാൽ, അപ്പോൾ നബി എന്താ പറഞ്ഞത്? ഇൻ അറത്തു ഐ യലീന, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഐ യലീന ഫംസർ അസൽ യത്തീം, നിൻ്റെ ഹൃദയം നേർമയാകാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യണം? യത്തീമിൻ്റെ തല തടവുക. വാത്തിമിൽ മിസ്കീന, അഗതികൾക്ക് നീ ഭക്ഷണിപ്പിക്കുക. അപ്പോൾ നിൻ്റെ ഹൃദയത്തിന് എന്ത് ചെയ്യും? നേർമയുണ്ടാകും. ഒബി സഹിയാൻ അബി ഹുറൈറ, സഹീലുണ്ട് അബി ഹുറൈറ തൊട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു അനവക്കാഫിൽ യത്തീമി ലഹു അവലി ഓരിക്ക ഹാത്തൈനി, ഞാനും വക്കാഫിൽ യത്തീമി ലഹു, യത്തീമിനെ സംരക്ഷിക്കുന്നവനും കഹാത്തൈനി ഇപ്രകാരമാണെന്ന് പറഞ്ഞു. അവനുള്ള യത്തീം ഔലി ഒൈരിഹി ഉണ്ടോ, കാഫിൽ യത്തീമി ലഹു ഔലി ഒൈരിഹി, അവൻ സംരക്ഷിക്കേണ്ട യത്തീം അല്ലെങ്കിൽ മറ്റൊരാൾക്കുള്ള യത്തീം, അവരെയൊക്കെ സംരക്ഷിക്കുന്നവൻ കഹാത്തൈനി ഇപ്രകാരമാണെന്ന് കൈ ചൂണ്ടിന്നാണ്. വാഷാറബി സബ്ബാബത്തി വൽ ഉസ്താന്ന് അല്ലേ, നബി ചൂണ്ടുവിരലും നടുവിരലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്രകാരമാണെന്ന് പറഞ്ഞു. അപ്പം ഹദീസ് ഇബ്നു ഉമറിൻ്റെ ഹദീസിലുണ്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി പറഞ്ഞു ഇന്നൽ യത്തീമ ഇദാ ബക്കാ ഇഹ്തറബ ലിബുക്കായി അർശുർ റഹ്മാൻ, ഒരു യത്തീം കരഞ്ഞാൽ അവൻ്റെ കരച്ചിൽ കാരണം റഹ്മാൻ അള്ളാഹിൻ്റെ അർശ് പോലും വിറക്കും. ഫയഖൂൽ, അള്ളാഹ് പറയും അപ്പോൾ ലി മലായിക്കത്തി, മലക്കുകളോട്, യാ മലായിക്കത്തി, എൻ്റെ മലക്കുകളെ, മൻസല്ലദീ അബ്കാ ഹാദൽ യത്തീം അല്ലദീ അയ്യബുത്തു അബാഹു ഫീ തുറാബി, ഈ യത്തീമിനെ കരയിച്ചവനാരാണ്? മൻസല്ലദീ അബ്കാ ഹാദൽ യത്തീം അല്ലദീ അയ്യബുത്തു അബാഹു ഫീ തുറാബി. ഫതഖൂൽ മല, അപ്പോൾ മലക്കൾ പറയും റബ്ബന അൻതാലോ, നിനക്കറിയാലോ. ഫയഖൂലുല്ലാഹു തആല മലായിക്ക, അപ്പോൾ അള്ളാഹ് മലക്കളോട് പറയും യാ മലായിക്കത്തെ, എൻ്റെ മലക്കളെ, ഇഷാദു അന്നമൻ അസ്കതഹു വർല്ലാഹു, നിങ്ങൾ സാക്ഷി നിൽക്കുക, ആരെങ്കിലും മൻ അസ്കതഹു വ അർലാഹു അൻ അർലിയഹു യൗമുൽ ഖിയാമ, ആരെങ്കിലും യത്തീമിനെ തൃപ്തിപ്പെടുത്തിയാൽ ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും അന്ത്യനാളിൽ എന്ന് നിങ്ങൾ സാക്ഷി നിൽക്കുക. ഫകാന ഇബ്നു ഉമർ ആയിരുന്നു ഇതാ അറാറ ആ യത്തീമൻ, ഇബ്നു ഉമർ തങ്ങൾ ഒരു യത്തീമിനെ കണ്ട മസാബി റാസി, തല തടവും. ഫാത്താവശ്യം എന്തെങ്കിലും അവന് നൽകുമായിരുന്നു ഇബ്നു ഉമർ. വന അനസ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു മൻലമ യതീമൻ ഫകാന ഫീ നഫഖതിഹി വകഫാഉ മുഊനതുഹു വകാന ലഹു ഹിജാബൻ മിനൻ നാരി യൗമുൽ ഖിയാമ വമൻ മസ്സഹ ബിറാസി യതീമിൻ കാന ലഹു ബി കുല്ലി ശജറത്തിൻ ഹസനാൻ, ആരെങ്കിലും ഒരു യതീമിനെ കൂട്ടിപ്പിടിച്ചാൽ ഫകാന ഫീ നഫഖതിഹി വകഫാഹു മുഊനതുഹു വകാന ഫീ നഫഖതിഹി വകാന ലഹു ഹിജാബൻ മിനൻ നാരി യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ നരകത്തിൽ നിന്ന് അവന് സംരക്ഷണമാണ്. വകാന ഫീ നഫഖതിഹി വകഫാഹു മുഅനതഹു, അവന് ചിലവ് കൊടുക്കുകയും ചെയ്താൽ അവന് ആ യതീം അവന് അന്ത്യനാളിൽ അവന് നരകത്തിൽ നിന്നൊരു മറയാകും. ഇനി ഒമൻ മസാർ ബി റാസി യത്തീം, ഒരു യത്തീമിൻ്റെ തല തടവി, എന്നാൽ കാനലഹു ബി കുല്ലി ശിഖറത്തിൻ ഹസന, ഓരോ മുടിക്കും അവന് കൂലി കിട്ടും, നന്മയുണ്ടാകും. വകാല അക്സം ഇബ്നു സൈഫ് പറയും അല്ല അതില്ലാവു അർബ, അതില്ലാതെ 4 പേരാണ്, നിന്യര് 4 പേരാണ്. ഒന്ന് അൻ നമ്മാമു, നമീമത്ത് പറയുന്ന ആൾ, വൽ കദ്ദാബു, കളവ് പറയുന്നവർ, വൽ മദിയൂനു അതുപോലെ വൽ യത്തീമുമാണ്. ഈ പറഞ്ഞെന്താണ്? നമ്മാമ്, കദ്ദാബ്, അൽ മദിയൂൻ കടക്കാരൻ, വൽ യത്തീമു എന്താണ്? യത്തീമു. ഇനി അടുത്തത് അസ്സാലിസത്തു, മൂന്നാമത്തേത്. അതവിടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ, അത് വേറെ ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത് അല്ലേ. അല്ല അതില്ലാഹു അർബാത്തൻ, ഇതില്ല നിസാരപ്പെട്ട ആളുകൾ 4ആണ്. നമ്മാമ്, കദ്ദാബ്, മദിയൂന്, യത്തീം.
അസാലിസത്ത് മൂന്നാമത്തെ കൗൽ അള്ളാഹിൻ്റെ കൗലാണ് വമ്മസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്നവർക്ക് അങ്ങ് എന്ത് ചെയ്യില്ല, ലാ തസ്ജുർ, അവരെ തടയരുത്, സജർ ചെയ്യരുത്, വിലങ്ങരുത്, അവരെ ആട്ടി ഓടിക്കരുത്. ഫഹുവ നഹിയൻ അൻ ഇഗ്ലാലുൽ ഖൗൽ. അപ്പോൾ കൗല് അവരോട് എന്ത് ചെയ്യുക, വാക്ക് കടുപ്പിച്ച് പറയുന്നത് തൊട്ട് നിരോധിക്കണം, ആട്ടി ഓടിക്കരുത്. വലാക്കിൻ റുദ്ദഹു ബി ബദിലിൻ യസീരിൻ, അവർക്ക് നീ മടക്കി കൊടുക്കണം. ബി ബദിലിൻ, കുറഞ്ഞത് കൊണ്ടെങ്കിലും, ഔ റദ്ദിൻ ജമ, നല്ല മറുപടി കൊടുക്കണം. അതുകൊണ്ട് വദ്കുർ ഫഖറക്ക, നിൻ്റെ ഫഖറിന് പറയണം. അല്ലാതെ നീ എന്ത് ചെയ്യരുത്, അവരോട് ദേഷ്യപ്പെടരുത്, അവരെ ആട്ടി ഓടിക്കരുത്. വദ്കുർ കാലോ കത്താദയും ഓയറും അങ്ങനെ പറഞ്ഞു. വറുബിയാൻ അബീ ഹുറൈറത്തോട് റിവായത്തപ്പെട്ടു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് കാല പറഞ്ഞു, ലാ യംന അന്ന അഹദക്കും മുൻസായില, നിങ്ങളിൽ ഒരാളും ചോദിച്ചവനെ തടയരുത്. വായുത്യഹു ഇദാസാല, ചോദിച്ചാൽ നൽകണം. വലൗ റആഫിയദി ഖൽബൈനി മിൻ ദഹബിൻ, അവൻ്റെ കയ്യിലുണ്ടെങ്കിലും 2 കൽബ്, സ്വർണത്തിൻ്റെ 2 കൽബുണ്ടെങ്കിലും ചോദിച്ചു വരുന്നവന് നിങ്ങൾ നൽകണം എന്നാണ് പറഞ്ഞത്. 3 കൽബൈനി എന്ന് പറഞ്ഞാൽ എന്താ, സിവാർ, വള, സ്വർണത്തിൻ്റെ വള ഇട്ടുകൊണ്ടാണ് എന്താണ് യാചനക്ക് വരുന്നതെങ്കിലും നിങ്ങൾ അവന് കൊടുക്കണം എന്നാണ് പറഞ്ഞത്, അല്ലേ? വഖാല ഇബ്രാഹിമുവിന് അതും പറയും, നിഅമൽ ഖൗമു സുആൽ, ചോദിക്കുന്ന ജനങ്ങൾ എത്ര നല്ലവർ. യഹ്മിലൂന സനാദനായിൽ ആഖിറ, അവർ നമ്മുടെ സാദിനെ ആഖിറത്തിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നു, അല്ലേ? നമ്മുടെ ഭക്ഷണത്തെ അവർ ആഖിറത്തിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്കത് ആഖിറത്തിൽ കിട്ടുമെന്ന് ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞതാണ് കേട്ടോ. നിഅമൽ ഖൗമു സുആൽ യഹ്മിലൂന സാദനായിൽ ആഖിറ, കാരണം നമ്മൾ ചോദിച്ചു വരുന്നവർ കൊടുക്കുമ്പോൾ അത് നമുക്കത് ആഖിറത്തിൽ മുതൽക്കൂട്ടാണല്ലോ, അതാണ് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു വരുന്നവർ നമ്മൾ നിസ്സാരമായി കാണണ്ട. വഖാല ഇബ്രാഹിമിൻ്റെ അഖി പറഞ്ഞു, അസ്സായിലു ബരീദുൽ ആഖിറ, ബരീദ് ആഖിറത്തിലെ പോസ്റ്റ്മാനാണ് ചോദിച്ചു വരുന്നവൻ, ചോദിക്കുന്നവൻ. അപ്പോൾ ചോദിച്ചു വരുന്നവരെ നിസ്സാരരാക്കണ്ട. യജിയു ഇലാ ബാബി അഹദിക്കും, അവൻ നിങ്ങളുടെ വാതിലിൻ്റെ അടുക്കൽ വരും. ഫയഖൂലു, അവർ പറയും, ഹൽ തബ്അസൂന ഇലാ അഹ്ലീക്കും ബിശൈഇൻ, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരിലേക്ക് വല്ലതും അയക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് വരുന്നതെന്ന്. വറുബി റിവായത്തിൽപ്പെട്ടു അന്നൻ നബി തങ്ങൾ കാല പറഞ്ഞു, റുദ്ദുസായില ബി ബാദിലിൻ യസീർ, നിങ്ങൾ ചോദിക്കുന്നവന് മടക്കി കൊടുക്കണം, മടക്കുക. ബി ബാദിലിൻ യസീർ, ഒരു കുറഞ്ഞ ബദലെങ്കിലും. ഔ റദ്ദിൻ ജമീൽ, അല്ലെങ്കിൽ നല്ല മറുപടി കൊടുക്കണം. ഫൈന്നഹു യഅ്തീക്കും, തീർച്ചയായും വരുന്നത് നിങ്ങളിലേക്ക് വരും. മൻ ലൈസ മിനൽ ഇൻസി വലാ മിനൽ ജിന്നി, മൻ ഒരുത്തൻ, ലൈസ അവനല്ല, ഇൻസിൽപ്പെട്ടവനല്ല, വലാ മിനൽ ജിന്നിൽപ്പെട്ടവനല്ല, അങ്ങനത്തവർ നിങ്ങളിലേക്ക് വരും. മനുഷ്യന് ജിന്നുമല്ലാത്തവർക്ക് നിങ്ങളിലേക്ക് വരും. എന്തൊരു കൈഫ സനീക്കും ഫീമാ ഹവ്വലക്കുമുല്ലാ, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി. എന്തൊരു അവൻ നോക്കാൻ വേണ്ടി, കൈഫ സനീക്കും, നിങ്ങളുടെ പ്രവൃത്തി, ഫീമാ ഹൗല്, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചു വരുന്നവരെ എന്ത് ചെയ്യരുത്, എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ നല്ല മറുപടി കൊടുക്കണം, നല്ല രീതിയിൽ അവരോട് പറയണം. വക്കീല പറയപ്പെടാൽ മുറാദ് ബി സായിലുഹുൻ, ഇവിടെ സായിലൂൺ ഉദ്ദേശം അല്ലതി യസ്അലു അനി ദീൻ, ദീനിനെ പറ്റി ചോദിക്കുന്നവനാണ്. ഐ ഫലാ തൻഹർഹു ബിൽ ഖിൽവത്തി വൽ ജൗഫ, കഠിനത്വ അവനെ നീ തടയരുതെന്ന്. വാ അജിബുഹു ബി റിഫ്ഖിൻ വലീൻ, അവനോട് നീ നേർമയായിട്ട് മറുപടി പറയണം. അപ്പോൾ ദീനിനെ പറ്റി ചോദിച്ചു വരുന്നവരാണെന്നാണ് ഇവിടെ പറഞ്ഞത്. കാലോ സുഫിയാൻ കാല ഇബ്നു അറബി പറഞ്ഞു, അമ്മ സായിലു അനിദ്ദീനി, അപ്പോൾ ഇബ്നു അറബി പറയണ്ട, ഈ പറഞ്ഞതല്ല. അമ്മ സായിലു അനി, ദീനിനെ പറ്റി ചോദിച്ചു വരുന്നവൻ, ഫജവാബു, അവന് ഉത്തരം കൊടുക്കൽ ഫർളുൻ അലൽ ആലിമി, അത് പണ്ഡിതന് നിർബന്ധമാണല്ലോ. അലൽ കിഫായ, ഫർള് കിഫായാണത്. കൈത്തായി സായിലിൽ ബിർരി സവാൻ, കൈത്തായി സായിലിൽ ബിർരി സവാൻ, ഏതുപോലെ ബിർറ് ചോദിച്ചു വരുന്നവനെ പോലെ, സവാൻ സമമായിട്ട്.
വഖദ് കാന അബു വഖദ് കാന അബൂദർദാ യൻളുറു ഇലാ അസ്ഹാബിൽ ഹദീസ് വയസ്ബുതു റിദാഅഹു അലഹും. അബൂദർദാ യൻളുറു ഇലാ അസ്ഹാബുൽ ഹദീസിലേക്ക് അദ്ദേഹം നോക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കും. അവരുടെ വിരിപ്പ്, അദ്ദേഹത്തിന് മേൽമുണ്ട് വിരിച്ചു കൊടുക്കും അവർക്ക് വേണ്ടി. വയഖൂലു മർഹബൻ ബി അഹിബത്തി റസൂലില്ലാ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അഹിബാവുകൾക്ക് സ്വാഗതമെന്ന് പറയും. വഫി ഹദീസ് അബി ഹാറൂൻ അൽ അബ്ദി, അബൂ ഹാറൂൻ്റെ ഹദീസിലുണ്ട് അൻ അബി സഈദിൽ ഖുദ്രിയെ തൊട്ട് കാല, അദ്ദേഹം പറയും കുന്നാ ഇദാ അത്തൈന അബാ സഈദിൻ, ഞങ്ങൾ അബൂ സഈദിൻ്റെ അടുത്ത് ചെന്നാൽ യഖൂൽ, അദ്ദേഹം പറയും മർഹബൻ ബി വസിയത്തി റസൂൽ, റസൂലിൻ്റെ വസിയത്തിന് സ്വാഗതം എന്ന് പറയും. കാരണം എന്താ, നബി തങ്ങൾ വസിയത്ത് ചെയ്തതല്ല. എന്താ, അന്ന റസൂലുള്ളാഹി ഖാല, നബി പറഞ്ഞു ഇന്നന്നാസലക്കും തബഅൻ, നിങ്ങൾക്ക് തബഉണ്ട്, തീർച്ചയായും ജനങ്ങൾ ലക്കും നിങ്ങൾക്ക് തബഉണ്ട്. വൈന റിജാലൻ യഅ്തൂനകും മിൻ അഖ്താരിൽ അർളി യതഫഖഹൂന, ജനങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരും ഭൂമിയുടെ ഭാഗത്ത് നിന്ന് ഫിഖ് പഠിക്കാൻ. വൈദാ അതൗഹും, നിങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ ഫസ്തൗസൂ ബിഹിം ഖൈറാ, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക, ഖൈറിനെ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നൽകുക, ഖൈറ് ചെയ്യുക, അവരോട് ഖൈറിനെ വസിയത്ത് ചെയ്യുക. ഒരു റിവായത്ത് എത്തിക്കും നിജാമിൻ ഖിബൽ മശ്രിക്കി എന്നാണ് കേട്ടോ ഒരു റിവായത്തിലുള്ളത്. മശ്രിക്കിൻ്റെ ഭാഗത്ത് നിന്ന്, കിഴക്ക് ഭാഗത്ത് നിന്ന് വരുമെന്ന്. അപ്പോൾ അതൊക്കറോ വൽ യത്തീമോ സായില മൻസൂബാൻ ബിൽ ഫിലില്ലതി ബാദഹു. അപ്പോൾ യത്തീം എന്നുള്ളതും സായില എന്നുള്ളതും ശേഷം വരുന്ന ഫീല് കൊണ്ട് എന്താണ്, നസ്ബാണ്. വഹക്കുൽ മൻസൂബ് യക്കൂന ബാദൽ ഫായി, മൻസൂബിൻ്റെ ഹക്ക് അത് ഫായിന് ശേഷം ആകല. അപ്പോൾ തഖദീർ സങ്കല്പിക്കൽ എങ്ങനെ, മഹ്മായക്കുമിൻ ഷൈൻ ഫലാ തഖർ യത്തീമ, നിൻ്റെ അടുക്കൽ വല്ലതുമുണ്ടെങ്കിൽ നീ യത്തീമിനെ തടയരുത്. വലാ തൻഹരി സായില, ചോദിക്കുന്നവനക്ക് നീ തടയരുത് എന്നൊക്കെയാണ്. വറുബി റിവായത്തപ്പെട്ടു അന്നൻ നബി, നബി തങ്ങൾ കാല, നബി പറഞ്ഞു സാൽത്തു റബ്ബി മസലത്തൻ, ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചു ഒരു ചോദ്യം. വദിത്തു അന്നീലം അസ് അൽഹ, ഞാനതിനെ ചോദിക്കാതിരിക്കാൻ ഇഷ്ടപ്പെട്ടു. കുൽത്തു, ഞാൻ പറഞ്ഞു യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇത്തഖൽത ഇബ്രാഹിമ ഖലീല, നീ ഇബ്രാഹിം നബിയെ ഖലീലാക്കിയല്ലോ. വ കല്ലംത മൂസ തക്രിയ, മൂസാ നബിയോട് അങ്ങ് സംസാരിച്ചല്ലോ, അള്ളാഹു നീ സംസാരിച്ചല്ലോ. വ സഖർത മാ ദാവൂദൽ ജിബാല യുസബ്ബിഹുന, ദാവൂദ് നബിക്ക് പർവ്വതത്തെ നീ കീഴ്പ്പെടുത്തി കൊടുത്തല്ലോ തസ്ബീഹ് ചെല്ലുന്നതായിട്ട്. വായത്തൈത്ത ഫുലാനൻ കഥ, ഇന്ന ആൾക്ക് ഇന്നതൊക്കെ നൽകിയല്ലോ എന്ന്. അപ്പോൾ കാല, അപ്പോൾ അള്ള പറയാണ് അലം അജിദിക്ക യത്തീമൻ ഫാവൈത്തുക, ഞാൻ നിന്നെ യത്തീമായി എത്തിച്ചിട്ട് നിന്നെ സംരക്ഷിച്ചില്ലേ. അലം അജിദിക്ക ലാലം ഫാദൈത്തുക, നീ വഴി തെറ്റിപ്പോയിട്ട് നിന്നെ ഞാൻ വഴി കാണിച്ചു തന്നില്ലേ. അലം അജിദിക്ക ആയിലം ഫാഗനയിത്ത, നീ ദരിദ്രനായിട്ട് നിന്നെ ഞാൻ ധനികനാക്കിയില്ലേ. അലം അഷ്റഖിലക്ക സ്വതറക്ക, നിൻ്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ. അലം മൂത്തീത്ത മാലം മൂത്തി അഹദൻ കബലക്ക, നിനക്ക് മുമ്പ് ഒരാൾക്കും നൽകാത്ത നിനക്ക് നൽകിയില്ലേ എന്നൊക്കെ അള്ള ചോദിക്കും. ഖവാത്തിമ സൂറത്തുൽ ബഖറ ഉണ്ടത്. അലം അത്തഹദ് ഖലീല, ഞാൻ നിന്നെ ഖലീലാക്കിയില്ലയോ. കമത്തഹത്ത് ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബിയെ, അതായത് അലം ഊത്തിക്ക മാലം ഊത്തി അഹദൻ കൽബക്ക ഖവാത്തിമ സൂറത്തുൽ ബഖറേൻ്റെ അവസാനമാണ് നൽകിയെന്ന്. അതുപോലെ തന്നെ അലം അവിടെയാണ് പറഞ്ഞിട്ടാ, നിനക്ക് മുമ്പ് ആർക്കും നൽകാത്ത നൽകിയെന്ന് വെച്ചാൽ ഖവാത്തിമ സൂറത്തുൽ ബഖറേൻ്റെ അവസാനം ആമന റസൂൽ നൽകിയില്ലേ. അതുതന്നെ അലം അത്തഹദ് ഖലീല, നിന്നെ ഖലീലാക്കിയല്ലോ, ഇബ്രാഹിം നബിയെ ഖലീലാക്കിയതുപോലെ. കുൽത്തപ്പോൾ ഞാൻ പറഞ്ഞു ബലാ യാ റബ്ബ്, അള്ളാഹുവേ അതേ റബ്ബേന്ന്. ഇനി അറാബിയത്ത് നാലാമത്തെ മസല എന്താ, കൗലുഹു, അള്ളാഹിൻ്റെ കൗലു, അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, റബ്ബിൻ്റെ അനുഗ്രഹത്തിന് അനുഗ്രഹത്തിനെ പറ്റി പറയുക. ഐ ഉൻഷുറുമാൻ അമല്ലാഹു അലൈക ബിശുക്രി വസനായി, അങ്ങ് വ്യാപിപ്പിക്കണം അള്ള ചെയ്തതിനെ, പരസ്യമാക്കണം, ശുക്റ് കൊണ്ടും സനാവ് കൊണ്ടും നന്ദി ചെയ്യൽ കൊണ്ടും. വ തഹദ്ദുസ് ബി നിഅമില്ല, അങ്ങ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സംസാരിക്കൽ കൊണ്ടും, അള്ളാഹ് അങ്ങേക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ശുക്ർ നന്ദി ചെയ്യൽ കൊണ്ടും അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടും അങ്ങ് അതിനെ പരത്തണം. വലിയ ഇത്രാഫിഹ ശുക്രൻ, വലിയ ഇത്രാഫിഹ, അതിനെ സമ്മതിക്കൽ നന്ദി തന്നെയാണ്.
അള്ളാഹ് ചെയ്ത അനുഗ്രഹത്തെ പറ്റി പറയൽ. വറവ ഇബ്നു അബി നജീബ് പറഞ്ഞാൽ മുജാഹിദിൻ വമ്മാ ബി നിഅമത്തി റബ്ബിക ഖാല ബിൽ ഖുർആൻ. അങ്ങ് ചെയ്ത അനുഗ്രഹം വെച്ചാൽ ഇവിടെ ഖുർആൻ കൊണ്ട്, ഖുർആൻ ഇല്ലേ അതിനെ അങ്ങ് എന്ത് ചെയ്യണം, അതിനെ അങ്ങ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. വൻഹു ഖാല ബിൻ നുബുവത്തി, നുബുവത്ത് എന്നുണ്ട്, ആ നുബുവത്തിനെ പറയാ. ഐ ബല്യമാ ഉറുസിൽത്തഹി, അങ്ങയോട് അങ്ങേക്ക് എത്തിക്കപ്പെട്ടത്, അങ്ങയിലേക്ക് ബല്യമാ ഉറുസിൽത്ത ബിഹി, അങ്ങേക്ക് നിയോഗിക്കപ്പെട്ടത് കൊണ്ട് അങ്ങ് എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. വൽ ഖിതാബുൽ നബി, നബിയോടാണ് ഇവിടെ ഖിതാബ്. വൽ ഹുക്മു ആമത്തൻ ലഹു വലി ഗൈരി, ഇവിടെ ആ വിധി നബിക്കും അല്ലാത്തവർക്കും ബാധകമാണ്. വാനിൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു തൊട്ടുണ്ട് കാല ഇദാ സബ്ത ഖൈറൻ ഔ അലിംത ഖൈറൻ, നിനക്കൊരു നന്മ കിട്ടിയാൽ അല്ലെങ്കിൽ നീ ഒരു നന്മ അറിഞ്ഞാൽ ഫദിസ് ബിഹി സിഖത മിൻ ഇഖ്വാനിക, നിൻ്റെ സഹോദരന്മാരിൽ നിന്ന് വിശ്വസ്തരോട് നീ പറയണം എന്നാണ് പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു. വാൻ അംർ ബിൻ മൈമൂനത്തോട് കാല ഇദാ ലഖിയ റജുലു മിൻ ഇഖ്വതി മൻ യസിഖു ബിഹി, ഒരു മനുഷ്യൻ കണ്ടാൽ അവൻ്റെ സഹോദരന്മാരിൽ നിന്ന് മൻ യസിഖു ബിഹി, അവനെ ഉറപ്പിക്കുന്നവനെ കണ്ടാൽ യഖൂൽ ലഹു, അവനോട് പറയണം റസഖല്ലാഹു മിന സ്വലാത്തിൽ ബാരിഹ കദാ വ കദാ, അള്ളാഹ് ഇന്നാലിന്നത് നൽകിയെന്ന്. വകാന അബൂ ഫിറാഷ് അബ്ദുല്ലാഹ് ഇബ്നു ഗാലിബ് ഇദാ അസ്ബഹ യഖൂലു, ഇബ്നു ഗാലിബ് ആയിരുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഗാലിബ് ഇദാ അസ്ബഹ പ്രഭാതമായ യഖൂലു പറഞ്ഞു യഖദ് റസഖനി അല്ലാഹുൽ ബാരിയ കദാ, എനിക്ക് അള്ളാഹു ഇന്നലെ ഇന്നത് നൽകി. വഖറഅതു കദാ, ഞാൻ ഇന്നലെ ഇന്നത് ഓതി. വസല്ലൈതു കദാ, ഇന്നലെ ഞാൻ നിസ്കരിച്ചു. വദക്കർതുല്ലാഹ് കദാ, ഞാൻ ഇന്ന ദിക്ർ ചൊല്ലി. വഫഅൽതു കദാ, ഇന്നലെ ഞാൻ ചെയ്തു എന്ന് പറയാം. അപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ എന്താണ് അല്ലേ, അമ്രുബിന് മൈമൂൻ പറഞ്ഞല്ലോ, ഒരു റജുല് അവൻ്റെ സഹോദരന്മാരിൽ നിന്ന് അവൻ ഉറപ്പുള്ളവരെ കണ്ടാൽ അവനോട് പറയണമെന്നല്ല. റസഖല്ലാഹു മിന സ്വലാത്തിൽ ബാരി, ഇന്നലെ നിസ്കാരത്തിൽ നിന്നുള്ള എനിക്ക് നൽകിയെന്ന്, ഇന്നാലിന്നത് നൽകിയെന്ന് പറയണമെന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ എങ്ങനെ പറയാറുണ്ട്, അബൂ ഫിറാഷ് അബ്ദുല്ലാഹിബ്നു ഗാലിബ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ കുൽനാൽ, അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൂ ഫിറാഷേ, അവ പേര് തന്നെ ഉണ്ടല്ലേ, ഫിറാഷ് എന്ന് പറയുമ്പോൾ ഫിറാസ് എന്നാണല്ലേ, ഫിറാഷ് അല്ല ഫിറാസ്. ഇന്ന മിസലക്ക ലാ യഖൂലു ഹാദാ, അങ്ങേപ്പോലത്തവർ ഇത് പറയരുതല്ലോ. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു യഖൂലുല്ലാഹു തആല, അള്ളാഹ് പറഞ്ഞല്ലോ, വമ്മാ ബി നിഅമത്തി റബ്ബിക വഹദിസ് എന്നല്ലേ അള്ളാഹ് പറഞ്ഞത്, നിനക്ക് അള്ളാഹ് ചെയ്ത അനുഗ്രഹത്തെ നീ പറയണമെന്നല്ലേ, അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തഖൂലൂന അൻതും, നിങ്ങൾ പറയുന്നു ലാ തുഹദ്ദിസ് ബി നിഅമത്തില്ല എന്ന്, അള്ളാഹ് പറഞ്ഞത് ഹദീസ് എന്നാണ്, നിങ്ങൾ പറയുന്നു അള്ളാഹിൻ്റെ അനുഗ്രഹത്തെ പറ്റി പറയരുത് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. വനഹുഹു അൻ അയ്യൂബ സാഖ്തിയാനി വബിറജായിൽ ഉത്വാരി റളിയല്ലാഹു അൻഹു, ഇവരെ തൊട്ട് ഇതുപോലത്തുണ്ട്, അയ്യൂബ് സഖ്തിയും അബൂ റജാവും. വഖാല ബക്കർ ബിൻ അബ്ദുല്ലാഹിൽ മുസ്നി പറയും ഖാല നബി പറഞ്ഞു മൻ ഊതിയ ഖൈറൻ ഫലം യുറാ അലൈഹി സുമ്മിയ ബഗീലല്ലാഹി മുആദിയൻ ലിയമില്ലാഹ്. മൻ ഊതിയ ഖൈറൻ, ആർക്കെങ്കിലും ഒരു നന്മ നൽകപ്പെട്ടു അണ്ട് ഫലം യുറാ അലൈഹി, അപ്പോൾ അത് അവൻ്റെ മേൽ കാണപ്പെട്ടില്ലെങ്കിലോ സുമ്മി, അവന് പേര് വെക്കപ്പെട്ടും ബഗീലല്ലാഹ്, അള്ളാഹു ദേഷ്യപ്പെട്ടവനെന്ന്. മുആദിയൻ ലിനിയാമിൽ, അള്ളാഹിൻ്റെ അനുഗ്രഹത്തിനോട് മാറ് കാണിച്ചവനെന്ന് അവനെപ്പറ്റി പറയപ്പെടും. അപ്പോൾ അള്ളാഹ് ഒരാൾക്ക് നന്മ നൽകിയാൽ അതവനത് കാണിക്കണമെന്നാണ് അല്ലേ. റവ ഷാബിയൻ നുഅ്മാൻ ബിൻ കാല നബി പറഞ്ഞു മല്ലം യഷ്കുറിൽ ഖലീല ലം യഷ്കുറിൽ കസീറ, കുറഞ്ഞതിന് നന്ദി ചെയ്യാത്തവൻ വലുതിനും നന്ദി ചെയ്യൂല. വമൻ ലം യഷ്കുറിന്നാസ, ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവൻ ലം യഷ്കുറില്ല, അള്ളാഹ്ക്കും നന്ദി ചെയ്യൂല. വത്തഹദ്ദുസ് ബിന്നിഅമി ശുക്രൻ, അനുഗ്രഹങ്ങളെ പറ്റി പറയില്ല, അത് നന്ദിയാണ്. വതർക്കു കുഫ്രൻ, അതിനെ ഒഴിവാക്കൽ നന്ദികേടാണ്. വൽ ജമാഅത്തു റഹ്മത്തുൻ, സംഘം എന്നത് റഹ്മത്താണ്. വൽ ഫുർഖത്തു അദാബൻ, ഒറ്റപ്പെടൽ എന്നുള്ളത് വിട്ടുനിൽക്കൽ, അത് അദാബൻ ശിക്ഷയാണ്. ഒറ്റപ്പെട്ട് നിൽക്കൽ അത് ശിക്ഷയാണ്. ഈ പറഞ്ഞതാരാ? റവ ഷാബിയൻ നുഅ്മാൻ ബഷീറിനെ തൊട്ടല്ലേ. വറവൻ നസായി റിവായത്ത് ഞാൻ മാലിക് ബിൻ നളലത്തുൽ ജുശമിയെ തൊട്ട് കാലത കുന്തു ഇന്ദ റസൂലില്ലാഹി ജാലിസൻ,
നബി തങ്ങളുടെ അടുക്കൽ ഞാൻ ഇരിക്കുകയായിരുന്നു. ഫറആനി റസ്സസിയാബി ഫഖാല അലക്കിമാലൻ, എൻ്റെ വസ്ത്രത്തിൻ്റെ റസ്സിനെ കണ്ടു. എൻ്റെ വസ്ത്രം മോശമായ വസ്ത്രം അല്ലേ. ഫഖാല അലക്കിമാല, നിനക്ക് സമ്പത്തില്ലേ? കുൽത്തു, ഞാൻ ഉണ്ട് യാ അല്ലാഹുവിൻ്റെ റസൂലേ, സമ്പത്തുണ്ട്. മിൻകുല്ലിൽ മാൽ, എല്ലാ സമ്പത്തും ഉണ്ടല്ലോ. കാല ഇതൻ ആത്താക്കല്ലാഹു മാലൻ ഫൽ യുറ അസറു അലൈക്ക്, നിനക്കല്ല സമ്പത്ത് നൽകുകയാണെങ്കിൽ നീ അതിൻ്റെ അടയാളം നീ കാണിക്കണം, നിൻ്റെ മേലെ അതിൻ്റെ അടയാളം കാണിക്കണം, നല്ല വസ്ത്രം ധരിച്ച് നടക്കണമെന്നാണ് പറഞ്ഞത്. അണ്ട റസസിയാബ്. റവ അബൂ സയ്യിദുൽ ഖുദ്രി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു ഇന്നല്ലാഹ ജമീലുൻ, കണ്ട നബി പറയും അള്ളാഹു ഭംഗിയുള്ളവനാണ്. യുഹിബുൽ ജമാൽ, അള്ളാഹ് ഭംഗിയെ ഇഷ്ടപ്പെടും. വഹിബു ഐ യറാ അസറ നിഅമത്തി അലാ അബ്ദി, അവൻ ചെയ്ത അനുഗ്രഹം അടിമയിൽ കാണാൻ, അതിൻ്റെ അടയാളം കാണൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ട്. കണ്ട, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഫസ്ൽ, ഇതൊരു ഫസ്ലാണ് കേട്ടോ. യുക്കബ്ബിറുൽ ഖാരിഉ ഫി റിവായത്തിൽ ബസ്സി അൻ ഇബ്നു കസീർ വഖദ് റവാഹു മുജാഹിദ് ഇബ്നു അബ്ബാസ് അൻ ഉബയ്യ് ഇബ്നു കഅബ് അൻ നബി ഇദാ ബലഗ ആഖിറ വല്ലുഹ വകബ്ബർ. ഇബ്നു കസീറിനെ തൊട്ട് ബസ്സിയുടെ റിവായത്തിൽ ഓതുന്ന ആൾ തക്ബീർ ചൊല്ലുന്നു. അപ്പോൾ എന്താ നബി തങ്ങളെ തൊട്ട് ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു എന്താണ്, ഇദാ ബലഗ ആഖിറ വല്ലുഹാൻ്റെ അവസാനം എത്തിയ കബ്ബറ, നബി തക്ബീർ ചൊല്ലും. ബൈന കുല്ലി സൂറത്തിൻ തക്ബീർ, ഓരോ സൂറത്തിൻ്റെ ഇടയിലും ഒരു തക്ബീർ ചൊല്ലും. ഇതാണ് യഖ്തിമുൽ ഖുർആൻ അവസാനിക്കുന്നത് വരെ. അപ്പോൾ സൂറത്തുൽ ദുഹ കഴിഞ്ഞ് ഒരു തക്ബീർ ചൊല്ലും, പിന്നെ അടുത്ത സൂറത്ത് ഓതും, അതിന് ശേഷം ആ സൂറത്ത് കഴിയുമ്പോൾ തക്ബീർ, അങ്ങനെ തക്ബീർ ചൊല്ലും. വലാ യസിൽ ആഖിറ സൂറത്തി ബി തക്ബീരിഹി ബൽ യഫ്സിലു ബൈനഹുമാ ബി സക്കത്ത, സൂറത്തിൻ്റെ അവസാനം തക്ബീറോടുകൂടി ചേർക്കൂല, എങ്കിലും രണ്ടിൻ്റെ ഇടയിൽ ഒരു സക്കത്ത് കൊണ്ട് അടങ്ങും. അപ്പോൾ കന്നൽ മാനാബി ദാലിക്ക, ഇതിൻ്റെ അർത്ഥം അപ്പോൾ എന്താണ്, ഇതിങ്ങനെ ചെല്ലാൻ കാരണം അന്നൽ വഹി താഖറാൻ നബി അയ്യാമ്, അല്ലേ, നബിയെ തൊട്ട് കുറച്ച് ദിവസം വഹി പിന്തിയല്ലോ. അപ്പോൾ കാലനാസമി മുശ്രിക്കീൻ, അപ്പോൾ മുശ്രിക്കുകൾ ജനങ്ങൾ പറഞ്ഞല്ലോ കത് ബദ്ദഹു സാഹിബു വ കലാഹു എന്നല്ലേ പറഞ്ഞത്, നബിയെ അള്ളാഹു ഒഴിവാക്കി ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നസലത്ത് ആദ്യ സൂറ, ഇപ്പോൾ ഈ സൂറത്ത് ഇറങ്ങി. അപ്പോൾ കാല, അപ്പോൾ നബി പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ നബി തക്ബീർ ചൊല്ലിയെന്ന്, അപ്പോൾ അതാണ് തക്ബീർ ചൊല്ലണമെന്ന് പറയാനുള്ള അർത്ഥം. കാലം മുജാഹിദ് പറയും ഖറഅത്തു അല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൻ്റെ മേൽ ഞാൻ ഓതി. ഫഅമറനി ബിഹി, അപ്പോൾ അദ്ദേഹം എന്നോട് കൽപ്പിച്ചു തക്ബീർ ചൊല്ലാൻ. വഅഖ്ബറനി ബിഹി അൻ ഉബയ്യിനെ തൊട്ട് അദ്ദേഹം എന്നോട് അതിനെപ്പറ്റി ഖബർ പറഞ്ഞു. അൻ നബിയെ തൊട്ട് വലാ യുക്കബ്ബിറു ഫി ഖിറാഅത്തിൽ ബാഖീന, ബാക്കിയുള്ളവകളിൽ അദ്ദേഹം തക്ബീർ ചൊല്ലുമായിരുന്നില്ല. ലിഅന്നഹാ ദരിഅത്തുൻ ഇലാ സിയാദത്തി ഫിൽ ഖുർആൻ. ഖുൽതു അൽ ഖുർആൻ സബത നഖ്ലൻ മുതവാത്തിറൻ സൂറുഹു വആയാത്തു വ ഹുറൂഫു ലാ സിയാദത ഫീ വലാ നുഖ്സാന. ഞാൻ പറയുന്നു ഖുർആൻ എന്നുള്ളത് അതിൻ്റെ സൂറത്തെല്ലാം മുതവാത്തിറായ ഉദ്ധരണിയത്തോട് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ അതിനേക്കാൾ വർദ്ധിപ്പിക്കാനോ ചുരുക്കാനോ പാടില്ല. അപ്പോൾ തക്ബീറു ഹാദാ ലൈസ ബി ഖുർആൻ, അപ്പോൾ ഈ തക്ബീർ ഇത് പ്രകാരം ഖുർആനല്ല. വൈദാക്കാന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ മക്തൂബിൽ മുസാഫി ബി ഖത്തിൽ മുസാഫി ലൈസ ബി ഖുർആൻ. അപ്പോൾ വൈദാക്കാന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിയും എഴുതപ്പെട്ടാൽ മുസാഫിൽ ബി ഖത്തിൽ മുസാഫി ലൈസ ബി ഖുർആൻ, ഫകൈഫ ബി തക്ബീരിൽ ലദീ ഹുവ ലൈസ ബി മക്തൂബിൻ. ഇപ്പോൾ ഈ പറഞ്ഞെന്താ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മുസാഫിൽ എഴുതപ്പെട്ടതാ, അത് ഖുർആനല്ലാതാകുമ്പോൾ എങ്ങനെയാണ് എഴുതപ്പെടാത്ത ഈ തക്ബീർ ഖുർആനിൽ പെടുക? അമ്മാനവ് സബത്ത സുന്നത്തൻ ബി നഖൽ ആഹാദി, അപ്പോൾ ആഹാദിൻ്റെ നഖൽ കൊണ്ട് സുന്നത്തായി സ്ഥിരപ്പെട്ടത് ഫസ്താബഹു ഇബ്നു കസീർ, അതിനെ ഇബ്നു കസീർ ഇഷ്ടപ്പെട്ടു. ലാന്നഹു ഔജബഹു, അദ്ദേഹത്തിനെ നിർബന്ധമാക്കിയെന്നില്ല. ഫഹത്താമൻ തറക്കഹു, ഒഴിവാക്കിയ ആളുകൾക്ക് എന്ത് ചെയ്തു, ഫഹത്താവത്ത് അവർ പിഴവ് പറ്റി, അവർ എന്ത് ചെയ്തു, അത് തെറ്റാക്കി. ദക്കറൽ ഹാക്കിം അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഹാഫിദ് ഫീൽ കിതാബി അൽ മുസ്തദ്രക്കിൽ പറഞ്ഞു. ആര്? മുഹമ്മദ് അബ്ദുല്ലാഹിൽ ഹാഫിദ് പറഞ്ഞു. എന്താണ് മുസ്തദ്രക്കിൽ പറഞ്ഞു? ലഹു അലൽ ബുഖാരി വ മുസ്ലിമിൻ ഹദ്ദസന അബു യഹ്യ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിബിൻ യസീദ് അൽ മുഖരി അൽ ഇമാം മക്കത്ത ഫി മസ്ജിദിൽ ഹറാം ഖാല ഹദ്ദസന അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് ബിൻ അലി ബിൻ സയ്യിദ് അസ്സാനി ഖാല ഹദ്ദസന
അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഖാസിം ബിൻ അബി ബസ്സ സമയത്ത് അബി ബസ്സ പറയുന്നു സമയത്ത് ഇക്രിമത്തുൻ സുലൈമാൻ യഖുലു ഖറഅത്തു അല ഇസ്മായിൽ ബിൻ അബ്ദുല്ലാഹിൽ ഖുസ്തൻതീൻ ഫലമ ബലഗത്തു വല്ലുഹ ഞാൻ ഓതിക്കൊടുത്തു. അങ്ങനെ വല്ലുഹ എത്തിയപ്പോൾ കാലലി അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്ദ ഖാത്തിമത്തി കുല്ലി സൂറത്തിൻ ഓരോ സൂറത്തിൻ്റെ അവസാനവും അത്താ തഖ്തിമ അവസാനിക്കുന്നത് വരെ കാലലി കബ്ബിർ എന്ന് പറഞ്ഞു തക്ബീർ ചെല്ലാൻ പറഞ്ഞു എന്ന്. ഫൈനി ഖറഅത്തു അല അബ്ദുല്ലാഹിബ്നു കസീർ അദ്ദേഹം പറയാണ് ഞാൻ അബ്ദുല്ലാഹിബ്നു കസീറിൻ്റെ മേൽ ഓതി ഫലമ ബലഗത്തു വല്ലുഹ കാല കബ്ബിർ ഹത്താ തഖ്തിമ അപ്പോൾ അദ്ദേഹം എന്നോട് വല്ലുഹ എത്തിയപ്പോൾ പറഞ്ഞു തക്ബീർ ചെല്ലാൻ. വാഹബർ അബ്ദുല്ലാഹിബ്നു കസീർ എന്നോട് പറഞ്ഞു അന്നോ ഖറഅ അല മുജാഹിദ് അദ്ദേഹം മുജാഹിദിൻ്റെ മേൽ ഓതിയപ്പോൾ വാഖ്ബറു മുജാഹിദ് പറഞ്ഞു എന്ന് അന്നബിൻ അബ്ബാസ് അമറഹു ബിദാലിക്കാന്ന് ഇബിൻ അബ്ബാസ് മുജാഹിദിനോട് തക്ബീർ എല്ലാം കൽപ്പിച്ചതായിട്ട്. വാഖ്ബർ ഇബിൻ അബ്ബാസ് അദ്ദേഹത്തോട് ഖബർ പറഞ്ഞു എന്താ അന്ന ഉബയ്യബിന് കാബ് അമറഹു ബിദാലിക്കാന്ന് ഉബയ്യബിന് കാബ് അദ്ദേഹത്തോട് അതുകൊണ്ട് കൽപ്പിച്ചു എന്ന്. വാഖ്ബർ ഉബയ്യബിന് കാബ് അദ്ദേഹത്തോട് ഇബിൻ അബ്ബാസിനോട് പറഞ്ഞു എന്താണ് ഇന്ന റസൂലുള്ളാഹി അമറഹു ബിദാലിക അപ്പോൾ നബിതങ്ങൾ എന്നോട് അത് കൽപ്പിച്ചു എന്ന്. ഹാദ ഹദീസുൻ സഹിഹും വലം യഖ്രിജാവു ഇത് സഹിഹ ഹദീസാണ്. അപ്പോൾ ഈ പറഞ്ഞത് തക്ബീർ ചെല്ലുന്നതിന് തെളിവാണോ പറഞ്ഞിട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തിൻ്റെ വ്യാഖ്യാനം കഴിഞ്ഞത് ഒരുപാട് നീണ്ടുപോയി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.